ഭഗവാന്റെ അവതാര രംഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അവതരിച്ചു. കംസന്റെ തടവറയിലാണ് ഭഗവാന്റെ അവതാരം. നമ്മൾ ഇന്നലെ സന്ധ്യയ്ക്ക് അത് കണ്ടു. കംസൻ എന്നത് അനാദിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ്. എവിടെ നിന്ന് വന്നോ അറിയില്ല, നമ്മുടെ സൃഷ്ടിയോടൊപ്പം നമ്മുടെ ഉള്ളിൽ വന്ന് കൂടിയിട്ടുള്ള അനാദിയായ ഭയമാണ് കംസൻ. ഞാൻ ഇല്ലാണ്ടായി പോകും ആണ് ആ ഭയത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇല്ലാതെയാകുമോ? വേദാന്തം അനുസരിച്ചിട്ട് ഞാൻ എന്നത് ബ്രഹ്മമാണ്. ആദിയും അന്തവും ഇല്ലാതെ, ജനനവും മരണവും ഇല്ലാതെ അനാദിയായി തുടങ്ങി അനന്തമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് ആണ് സത്യം. ഇതൊരു വാസ്തവമാണ്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴും നമ്മൾ ഈ മനുഷ്യ ശരീരമൊക്കെ എടുത്തു വന്നപ്പോൾ മായ ബാധിച്ചിട്ട് നമുക്കൊക്കെ തോന്നുന്നു ഞാൻ ആ അനാദിയായ ബ്രഹ്മത്തിൽ നിന്ന് വേറെ എന്തോ ഒരു സാധനമായിട്ട് മാറിയത്. അപ്പോഴും എവിടെയോ അടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് വിട്ടിട്ടില്ല എന്നുള്ളൊരു അണ്ടർ കറണ്ട് ചടിയിലൊരു സംഭവം ഉണ്ട് താൻ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ബ്രഹ്മമാണ്, അനാദിയാണ്, അനന്തമാണെന്ന് അറിയുകയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ശരീരമാണ് എന്നൊരു ബോധമുണ്ട്. ഇത് രണ്ടും കൂടി വന്നപ്പോൾ എന്ത് പറ്റി? എനിക്ക് ഞാൻ ഈ അനാദിയും അനന്തവുമായ ബ്രഹ്മത്തിൽ നിന്ന് മാറിയിട്ട് ഈ മനുഷ്യ ശരീരത്തിലുള്ള ഞാൻ ഇല്ലാണ്ടായി പോയാലോ? അപ്പൊ ഞാൻ ബ്രഹ്മത്തിൽ നിന്ന് വിട്ടുപോയാലോ? അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മം അല്ലാണ്ടായി പോയാലോ? ഇത് ഒരു മായയിൽ നിന്നുണ്ടായ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭയമാണ് വാസ്തവത്തിൽ കംസൻ. ഞാൻ ഇല്ലാതെയാകുമോ എന്ന ഭയം. ഈ ഭയമാണ് ക്രമേണ പലതായിട്ട് മാറുന്നത്. പല രൂപത്തിൽ പല തരത്തിൽ അത് പരിണമിക്കപ്പെടുന്നു. രോഗത്തെ ഭയം, ആളുകളെ ഭയം, ഇരുട്ടിനെ പേടി, ജീവികളെ പേടി, എന്തൊക്കെയോ ആയിട്ട് പരിണമിക്കുന്നത് വാസ്തവത്തിൽ എന്താണ്? ഈ ഭയമാണ്. നമ്മളൊക്കെ എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഭയത്തിന്റെ തടവറകളിലാണ്. എല്ലാവരും ചെറിയ കുട്ടികൾ, ബുദ്ധി ഉറക്കാത്ത കുട്ടികൾക്ക് പേടിയില്ല. അവര് ഓരോന്നിനൊക്കെ വക്കത്ത് കൂടി നടക്കുകയും തീ പിടിക്കുകയും മൂർച്ചയുള്ള കത്തി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം മായ വല്ലാണ്ട വന്നിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഭയം എന്നൊരു സാധനം അവർക്കില്ല. അവർ തോന്നിയതൊക്കെ പോയി ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളാണ് മെല്ലെ 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 അവരെ ഈ ഭയപ്പെടുത്തി ഭയത്തിൽ കൊണ്ടുപോയിട്ട് പെടുത്തുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ പേരെന്ന് പറയുന്നത്, ഭയപ്പെടുത്തുക എന്നാണ്. ഭയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മൾ അവരെ പെടുത്തും. അവരങ്ങനെ ഭയത്തിന് അടിമകളാക്കി മാറ്റും. അങ്ങനെ ക്രമേണ പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്, അനുഭവങ്ങളും ഒക്കെ നമ്മളെ മെല്ലെ മെല്ലെ അതിനെ സ്വാധീനിച്ച് ക്രമേണ നമ്മൾ ഭയത്തിന്റെ കീഴാവും. അങ്ങനെ ഭയത്തിന്റെ തടവറയിലാണ് നമ്മളൊക്കെ തന്നെ. എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ ഏതൊക്കെയോ ഭയത്തിന്റെ തടവറയിലാണ് ഉള്ളത്. അങ്ങനെ ഭയത്തിന്റെ തടവറയിൽ ഇരിക്കുന്നിടത്തുനിന്ന് ആ ഭയത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം എവിടെയാണ് കിട്ടുക? അതിന്റെ അടിയിലുള്ള പ്രശ്നം എവിടെയായിരിക്കുന്നത്? ഞാൻ ബ്രഹ്മത്തിൽ നിന്ന് മാറി വേറെ ഒരു ആളായിട്ട് മാറി എന്ന ധാരണയിൽ നിന്നാണ് ഭയം ആരംഭിച്ചത്. അപ്പൊ ഇതിപ്പോ എവിടെ നിന്നാണ് ഈ ഭയം പൂർണ്ണമായിട്ട് മാറാനുള്ള ഒരേ ഒരു വഴി? എന്താ? ഞാൻ ബ്രഹ്മമാണെന്ന സാക്ഷാത്കാരം മാത്രമാണ്. വേറെ ഒരു വഴിയില്ല. അതുവരെ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്താലും അതൊക്കെ ഒരു ഭയം മാറി വേറെ ഒന്നിലേക്ക് മാറ്റാമെന്നല്ലാണ്ട് ആത്യന്തികമായിട്ട് മാറാൻ ഒരു വഴിയില്ല, ഒരു വഴി കിട്ടില്ല. അപ്പൊ ഭയത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഭയം അഭയം പ്രതിഷ്ഠാം വിന്ദേതേ ഉപനിഷത്തിൽ പറഞ്ഞത്. പ്രതിഷ്ഠ ഉറപ്പുള്ള ഈശ്വരനിൽ ഉറയ്ക്കുമ്പോഴാണ്, അഥവാ ബ്രഹ്മത്തിൽ സാക്ഷാത്കാരം കിട്ടുമ്പോഴാണ് നമുക്കൊക്കെ പൂർണ്ണമായ ഭയം ഇല്ലാണ്ടാകുക. ഇപ്പൊ കൃഷ്ണാവതാരം ഭഗവാന്റെ കഥ കാണിച്ചത് വാസ്തവത്തിൽ കംസന്റെ തടവറയിൽ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് എന്താ? ആ അഭയം ഒരു സാധകന്റെ ഉള്ളില് അങ്ങനെ ഒരു അഭയം എന്ന സാക്ഷാത്കാരമാണ്, ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതാണ്. അപ്പോൾ ആ കൃഷ്ണാവതാരം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ അപ്പോൾ നമുക്കും ഈ പൂർണ്ണമായ അഭയം ഉണ്ടാവും. അങ്ങനെയാണ് വസുദേവരുടെയും ദേവകിയുടെയും മുമ്പിൽ ഭഗവാന്റെ അവതാര രംഗം ഉണ്ടായത്. അവരനുഭവിച്ച ഭയങ്ങളുടെയും അവരനുഭവിച്ച വേദനകളുടെയും ഒക്കെ കഥ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ അവതാരം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ മുമ്പിൽ അവതരിച്ച സമയത്ത് വസുദേവരും ദേവകിയും ഒക്കെ നന്നായിട്ട് അവിടെ സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവകി ആദ്യം വസുദേവരാണ് സ്തുതിച്ചത്.
ഇതിനു മുമ്പേ ശ്രീ ശുബ്രഹ്മർഷി ഭഗവാൻ അവതരിച്ചപ്പോൾ ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ ആരംഭിച്ചു. ശ്രീ ശുബ്രഹ്മർഷി നരസിംഹാവതാരം എടുത്തപ്പോഴും ശ്രീ ശുബ്രഹ്മർഷി ഇതുപോലെ കുറേ ശ്ലോകങ്ങളിൽ ഭഗവാന്റെ രൂപം വർണ്ണിച്ചിട്ടുണ്ട്. കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ ആരംഭിച്ചപ്പോൾ എങ്ങനെയൊക്കെയാ വർണ്ണിക്കേണ്ടത്, എന്തൊക്കെയാ വർണ്ണിക്കേണ്ടത്? സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഒക്കെയല്ലേ പറഞ്ഞു. ആ രൂപത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് ശ്രീ ശുബ്രഹ്മർഷി കുറേ വാക്കുകൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അവസാനം ഒരു വാക്ക് മര്യാദയ്ക്ക് കിട്ടിയില്ല. അപ്പൊ അവസാനം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തം അത്ഭുതം. അതൊരു അത്ഭുതമാണ്. അവിടെ കഴിഞ്ഞു. എല്ലാ വിശേഷണങ്ങൾക്കും അഥവാ ഈ ഇവിടെ ഭഗവാന്റെ രൂപത്തിൽ വർണ്ണിക്കാനുള്ള ഭഗവാന്റെ രൂപത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും കൂടി ഒറ്റൊരു വിശേഷണം തം അത്ഭുതം. അത് അത്ഭുതമാണ്. സഹസ്രനാമത്തില് ഭഗവാന്റെ ഒരു പേര് തന്നെ അത്ഭുതം എന്നാണ്. ലോകാധിഷ്ഠാനം അത്ഭുതം എന്നാണ്. അപ്പൊ ആളുടെ പേര് തന്നെ അത്ഭുതം എന്നാകുമ്പോൾ പിന്നെ അയാളുടെ രൂപവും അത്ഭുതമാവാണ്ടിരിക്കില്ലല്ലോ. അത്ഭുതം. തം അത്ഭുതം ബാലകം, തം അത്ഭുതം അംബുജക്ഷണം, തം അത്ഭുതം ചതുർഭുജം, തം അത്ഭുതം ശംഖ ഗദ അരി ഉദായുധം, തം അത്ഭുതം ശ്രീവത്സലക്ഷ്മം, തം അത്ഭുതം ഗളശോഭി കൗസ്തുഭം. ഒക്കെ അത്ഭുതമാണ്, ഒന്നുമില്ല. അല്ലാതെ വേറെ അതിന് വേറെ വിശേഷണമൊന്നുമില്ല. ബാക്കി നരസിംഹാവതാരത്തിലൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ട്? ദിവിസ്പൃശൽക്കായം, അദീർഘപീവരഗ്രീവ, ഒരു വക്ഷസ്ഥലം, അല്പമധ്യമം. ഇങ്ങനെ രൂപത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവാൻ പാകത്തിന് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ആകെപ്പാടെ പറഞ്ഞത് എന്താ? അത്ഭുതം. കഴിഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ആ ഭഗവാന്റെ രൂപത്തെ അങ്ങനെ വർണ്ണിച്ചതിന് ശേഷം പിന്നെ വസുദേവരാണ് വിസ്തരിച്ച് സ്തുതിക്കാൻ തുടങ്ങിയത്. ഉപനിഷത് പ്രോക്തമായ രീതിയിൽ വസുദേവനും ഭഗവാനെ സ്തുതിച്ചു. വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷ. അത് സാക്ഷാൽ പരമപുരുഷൻ തന്നെയാണ്. കേവല അനുഭവ ആനന്ദ സ്വരൂപ. കേവലമായിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആനന്ദമാണ് അങ്ങയുടെ സ്വരൂപം എന്നൊക്കെ പറഞ്ഞ് വസുദേവർ ആദ്യം സ്തുതിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്തുതിക്കുന്നത് ദേവകിയാണ്. ദേവകി അതെ തുടങ്ങുമ്പോഴേ ഗംഭീരമായിട്ടാണ് സ്തുതിക്കുന്നത്. രൂപം യത്തൽ പ്രാഹു അവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം. ഗുണങ്ങൾക്കൊക്കെ അപ്പുറത്ത്, വികാരങ്ങൾക്കും പരിണാമങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ബ്രഹ്മജ്യോതിയാണെന്ന് എന്ന് പറഞ്ഞ് ഭഗവാനെ ദേവകിയും സ്തുതിച്ചു. രണ്ടാളെ സ്തുതിയൊക്കെ ഉണ്ടായി. പിന്നെ ദേവകി അമ്മയായതുകൊണ്ട് എന്താ വെച്ചാൽ അവസാനമായപ്പോഴേക്കും ആ ഒരു ബ്രഹ്മം എന്നുള്ള തത്വത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തൻ്റെ മുമ്പിലുള്ളത് പുത്രൻ എന്ന ഭാവത്തിലേക്കൊക്കെ ലേശങ്ങൾ മാറി. എന്നിട്ട് ദേവകി പറയുന്നുണ്ട് അവസാനമായപ്പോൾ, അങ്ങയുടെ ഈ രൂപത്തെ ഉപസംഹരിക്കണേ. ഉപസംഹര വിശ്വമൻ അതോ രൂപം അലൗകികം. ഈ അലൗകികമായ രൂപത്തെ അങ്ങ് ഉപസംഹരിക്കണേ. അതെന്തിനാ? ഈ കംസനെ പോലത്തെ ആളുകൾക്ക് ഈ രൂപം കാണിച്ചു കൊടുക്കരുതേ. ചിലപ്പോൾ ഉള്ളിൽ പേടിയുണ്ടാവും. ഈ ഇങ്ങനെയുള്ള ദിവ്യരൂപത്തിൽ വന്ന ഈ കുട്ടിയെയും കംസം വന്നിട്ട് കാല് പിടിച്ചിട്ട് നിലത്തടിച്ച് കൊല്ലുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും അമ്മ ചിലപ്പോൾ പറഞ്ഞത് ആ ഒരു രൂപത്തെ ഉപസംഹരിക്കണേന്ന്. ഭഗവാനാണ് എന്ന് തുടക്കത്തിൽ നല്ല ബോധ്യമുണ്ട്, ബ്രഹ്മമാണെന്ന്. ഈ ബ്രഹ്മത്തിനെ കൊല്ലാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലേ? എന്നാലും തോന്നാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണെന്ന് അർത്ഥം. ഏതായാലും രണ്ടുപേരുടെ സ്തുതി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ രണ്ടുപേരോടായിട്ട് അവരുടെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവര് ആരായിരുന്നു? മുമ്പ് അതിഥിയും കശ്യപനുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് വൃഷ്ണിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചതും ഒക്കെ അവരുടെ പൂർവ്വജന്മ വൃത്താന്തങ്ങളെയൊക്കെ ഒന്ന് ചെറുതായി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അന്ന് ഭഗവാനെ പുത്രനായിട്ട് കിട്ടണം എന്ന് വരം വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഇപ്പൊ അവർക്ക് ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ അനുഗ്രഹിച്ചു. എന്നിട്ട് കൃഷ്ണാവതാര പ്രസ്താവന, ഈ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്തൊക്കെയാ ചെയ്യാൻ പോണത്, എങ്ങനെയാ പ്രവർത്തിക്കാൻ പോണത്, ഇതൊക്കെ കൂടി ഒന്നിച്ച് ഒരു വാചകം ഭഗവാന്റെ നമുക്കൊക്കെ വേണ്ടിയിട്ട് പറയാം. എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോണത്? യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതി പരാം. ഭഗവാൻ പറയുകയാണ്, യുവാം മാം, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, യുവാം മാം പുത്രഭാവേന കൃതസ്നേഹം, എന്നെ പുത്രനാണ് എന്ന ഭാവത്തിൽ നിങ്ങൾ എന്നെ വളരെയധികം സ്നേഹിക്കും. പുത്രഭാവേന കൃതസ്നേഹം. അങ്ങനെ മാത്രമായാലോ, പുത്രനാണ് എന്ന ഭാവത്തിൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കത് പുത്രനൊന്നുമല്ല, ചെറിയ കുട്ടിയൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു സാധാരണ ഉണ്ണിയല്ല,
എന്ന് കാണിച്ചു തരാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു തരും. കാളിയുടെ തലയിൽ കയറി നൃത്തം വയ്ക്കും, ഗോവർദ്ധന പർവ്വതം തന്നെ എടുത്ത് പൊന്തിക്കും. അങ്ങനത്തെ ദിവ്യമായ അത്ഭുത ലീലകൾ പലതും കാണിച്ചു തരും. ഇങ്ങനത്തെ അത്ഭുത ലീലകളൊക്കെ കാണിച്ചു തരുമ്പോൾ തീയു കുടിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഓരോ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് അയ്യോ ഇത് കുട്ടിയൊന്നുമല്ല, ഞങ്ങളുടെ മകനൊന്നുമല്ല, സാക്ഷാൽ ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്ന് ഉറപ്പ് വരും. അങ്ങനെ ബ്രഹ്മമാണെന്ന് ഉറപ്പ് വരുമ്പോഴോ ബ്രഹ്മഭാവേന ചിന്തയന്തവും, ബ്രഹ്മമാണ് എന്ന് ഉറപ്പിച്ച് ചിന്തിച്ചുറപ്പിക്കുക. അങ്ങനെ ബ്രഹ്മമാണ് ചിന്തിച്ചുറപ്പിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ വന്നിട്ട് ഞാൻ സാരി തുമ്പ് പിടിച്ചു വലിച്ചിട്ട് അയ്യോ വിശക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അല്ലെങ്കിൽ മണ്ണ് വാരി വായിലിട്ടിട്ട് വികൃതി കളിക്കാൻ പോകും, വെണ്ണയുടെ പാത്രം തട്ടി പൊട്ടിച്ച് കളയും. അപ്പോഴെന്താവും, ബ്രഹ്മം പോയ വഴി കാണില്ല. പിന്നെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഭ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രഹ്മം പോയി. അതെ, ഇത് രണ്ടും മാറി മാറിയിട്ട് ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കുക, പുത്രനാണ് എന്ന് സ്നേഹിച്ച് വാത്സല്യത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക. ഇങ്ങനെ ഈ രണ്ടും മാറി മാറി ചെയ്യാനുള്ള വഴി ഞാൻ തന്നെ ഏർപ്പാടാക്കി തരും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ആർക്കായാലും അതെ, ഭഗവാൻ ചെറിയൊരു ഉണ്ണിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലോ അപ്പൊ ഞാനല്ല ബ്രഹ്മാണെന്ന് കാണിച്ചാലോ, ബ്രഹ്മാണെന്ന് കണ്ടുകൊണ്ടിരുന്നാലോ ഞാനൊരു വികൃതി കുട്ടിയാണ് പുറത്തേക്ക് കാണിച്ചാലും. ഇതിങ്ങനെ രണ്ടും മാറി മാറിയിട്ട് കൃഷ്ണാവതാരത്തിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ശ്രീരാമാവതാരം വരെയുള്ള അവതാരങ്ങളിലൊക്കെ ഈ ഭഗവാനിലെ മനുഷ്യത്വവും ഈശ്വരത്വവും വേറെ വേറെ കാണാം. എപ്പോഴാണ് ഈശ്വരത്വം എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ശ്രീരാമാവതാരത്തിലടക്കം അങ്ങനെയാണ്. അധ്യാത്മരാമായണം മാറ്റി വെച്ചാൽ വാൽമീകി രാമായണത്തിലേക്ക് വന്നാൽ ഭഗവാൻ ഇടയ്ക്കൊക്കെയാണ് ഈ ഈശ്വരത്വം പുറത്തു വരുന്നത്. ജഡായുവിന് മുക്തി കൊടുക്കുന്ന രംഗം. അപ്പോൾ ആ സമയത്താണ് ശ്രീരാമന്റെ ഗംഭീരമായിട്ട് എന്താ പറയുക ഈശ്വരത്വം കാണുന്ന ഒരു രംഗം. ഞാൻ ഇത് ആജ്ഞാപിക്കുന്നു, എല്ലാ കവാടങ്ങളും കടന്നിട്ട് മുക്തിയുടെ പദത്തിലേക്ക് പോട്ടെ എന്ന ജഡായുവിനെ അനുഗ്രഹിക്കണം ആ രംഗം. അതുപോലെ വിഭീഷണൻ ആശ്രയം ചോദിച്ചു പറഞ്ഞ രംഗം. ഒരുവിധം അവിടെയുള്ള സകല ആൾക്കാരും വിഭീഷണനെ സ്വീകരിക്കരുത് എന്ന് ആജ്ഞ പറഞ്ഞു ശ്രീരാമചന്ദ്ര സ്വാമി. ഹനുമാൻ സ്വാമി മാത്രമാണ് പറഞ്ഞത് അങ്ങനെയല്ല, അദ്ദേഹം സ്വീകരിക്കാൻ യോഗ്യനായ ആളാണ്. സകല ആൾക്കാരുടെയും വാക്കിനെ അഭിപ്രായത്തെ കേട്ടിട്ട് ഒടുക്കം ഭഗവാൻ പറയുകയാണ്, ഞാൻ അഭയം ദദാമി ഏതത് മമ വ്രതം, ഇതെന്റെ വ്രതമാണ്, ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളത് എൻ്റെ വ്രതമാണ്. അവിടെ ഈശ്വരത്വം, അവിടെ ഒരു ഈശ്വരത്വം. ഇങ്ങനത്തെ രംഗങ്ങൾ മാറ്റി നിർത്തിയാൽ രാമായണത്തിലെ ശ്രീരാമചന്ദ്ര സ്വാമി മിക്കവാറും സമയവും മനുഷ്യനെ പോലെയുണ്ട്. അധികവും മനുഷ്യത്വവും ഇടയ്ക്ക് ഈശ്വരത്വവും. കൃഷ്ണാവതാരത്തിലേക്ക് വന്നാലോ ഇതിലിപ്പോ എവിടെയാ ഈശ്വരത്വം, എവിടെയാ മനുഷ്യത്വം? ഇത് വേറെ വേറെ വല്ലതും കാണാൻ പറ്റുമോ? കണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് വേറെ പാലിൽ വെള്ളം ചേർത്തതുപോലെ എന്ന് പറയും. ഇനി ഇത് പിരിക്കാൻ വയ്യാത്ത രീതിയിൽ പാലും വെള്ളവും കൂടി ഇവിടെ ചേർന്ന് വരുന്നതുപോലെ ഇവിടെ ഈശ്വരത്വവും മനുഷ്യത്വവും ഒന്നായിട്ട് കലർന്നിട്ടിരിക്കണം. നമുക്കത് തിരിച്ചറിയാൻ വയ്യ. ആ കോലയാപീഠം എന്നൊരു ആനയെ വധിക്കുക, അവിടെ ഈശ്വരത്വമാണല്ലോ. അല്ല, ഒരു ആനയുടെ ആ രംഗമൊക്കെ പൗരസല്ലേ, ആനയുടെ പുറകിലും മുമ്പിലോ ഏട്ടനും അനിയനും കൂടി പിടിച്ചു ആനയുടെ പൊന്തിച്ച് ഉയർത്തിയിട്ട് ആനയുടെ തുമ്പിക്കൈ പിടിച്ചിട്ട് 4 ചുറ്റി തുമ്പിക്കൈ പിടിച്ചിട്ട് ആനയെ നമ്മളെന്താ ചെറിയ കല്ലോറ്റയാണോ തുണിയിൽ കിട്ടിയറിയാൻ, ഇത് ആനയെ എടുത്തിട്ട് 4 ചുഴറ്റിയിട്ട് ദൂരേക്ക് അങ്ങോട്ട് എറിയാണ്. ആ എറിയുന്ന ഏറ് ആനയുടെ പറന്നു പോകുമ്പോഴേ കൊമ്പിൽ കയറിയിട്ട് പിടിക്കുക. അപ്പൊ കൊമ്പ് ഊരി വന്നു, ആന പറന്നുപോയി. ഒരു ഈശ്വരത്വമല്ലേ ഇതൊക്കെ, ദിവ്യമായ ലീലകളാണത്. അങ്ങനെ ആനയുടെ കൊമ്പ് പറഞ്ഞു പോന്നിട്ട് അടുത്ത നിമിഷം എന്താ പരിപാടി, എന്താ ഹാരമേ ലളിത വിരചിതം രാധികായി ചെയ്തി മുത്തു പറക്കാൻ കൂടി പോവുക. അവിടെ അപ്പൊ വീണ്ടും മനുഷ്യത്വമില്ലേ? ഇത് രണ്ടും കൂടിയിട്ട് എവിടെന്നാ വേറെ വേറെ ഒന്നും കാണാൻ വയ്യ നമുക്ക്. എവിടെയാണ് കൃഷ്ണനിൽ ഈശ്വരത്വം, എവിടെയാണ് മനുഷ്യത്വം, എവിടെയാന്ന് വേറെ വേറെ കാണാനില്ല. അതൊക്കെ കൂടി ചേർന്നിട്ട് ഏത് സമയവും അങ്ങനെയാണ്. ഒരേ സമയത്ത് ചെറിയ എന്തെങ്കിലും കിട്ടാത്തതിന്റെ വാശി പിടിച്ച് കരയുന്നുണ്ടാവും, അടുത്ത നിമിഷം ദിവ്യാത്ഭുതങ്ങൾ കാണിക്കാനും പറ്റും. രണ്ടും ഒരുമിച്ചാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ എന്നുകൊണ്ട് നിലവിളിക്കുക, എന്നിട്ട് ചോറ് കൊണ്ടുവരാൻ വന്നിട്ടുള്ള ആൾക്കാരെ അവർക്ക് മുക്തിപഥത്തിലേക്ക് ഉയർത്തുക. രണ്ടും കൂടി സാധിക്കുന്ന ആൾ ഭഗവാനല്ലാണ്. അതാണ് കൃഷ്ണാവതാരത്തില് വനഭോജന ലീലയും വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന ലീലയും ഒക്കെ അങ്ങനത്തെ ദിവ്യലീലുണ്ടോ. ഇങ്ങനെ കൃഷ്ണാവതാരത്തിൽ ഏത് കഥ എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഉണ്ട്. ഇതിലെ മനുഷ്യത്വവും ഈശ്വരത്വവും കലർന്നിട്ടാണുള്ളത്, ഒന്ന് വേറെ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതാ ഭഗവാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ബ്രഹ്മമാണെന്നും പുത്രനാണെന്നും നിങ്ങൾക്ക് ഒരേപോലെ ഞാൻ കാണിച്ചു തരാം. രണ്ടും നിങ്ങൾ ധ്യാനിച്ചിട്ട് ഉറപ്പിക്കും. ബ്രഹ്മമാണെന്ന് ധ്യാനിച്ച് ഉറപ്പിക്കുക, പുത്രനാണെന്ന് സ്നേഹിച്ച് ഉറപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചിരുന്നാലോ യാസിയേ മൽ ഗതിൻ പരാം, എൻ്റെ പരമമായ എൻ്റെ ഗതിയിലേക്ക് നിങ്ങളെയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് ഭഗവാൻ എല്ലാവരെയും
അങ്ങനെ അനുഗ്രഹിക്കുക. അത് കഴിഞ്ഞ് ഭഗവാൻ ഒരു ചെറിയ ഉണ്ണിയായിട്ട് മാറി. ബഭൂവ പ്രാകൃത ശിശു, കുഞ്ഞ് ചെറിയൊരു കുട്ടിയായിട്ട് മാറി. അപ്പോൾ വസുദേവര് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. ഈ ചെറിയ കുട്ടിയെ അവരുടെ കയ്യിലേക്ക് എടുത്തതോട് കൂടിയിട്ട് ചങ്ങലക്കെട്ടുകളൊക്കെ അങ്ങോട്ട് അഴിഞ്ഞു, തടവറയുടെ വാതിലൊക്കെ തുറന്നു. അതിനേക്കാൾ ബഹുരസം ഈ തടവറയ്ക്ക് കുറെ കാവൽക്കാരുണ്ട്, കംസൻ ഏർപ്പാടാക്കിയ ആളുകളൊക്കെ. സകല എണ്ണം ഉറങ്ങിപ്പോയി, എല്ലാവരും ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ശ്രീശുബ്രഹ്മർഷി ഇവരെയൊക്കെ കൂടി വിളിക്കണം എന്താ അറിയും, ഗൃഹപാല. ഗൃഹപാല എന്ന് പറഞ്ഞാൽ നായ എന്നാണ് ഒരർത്ഥം. വീടിന്റെ കാവൽ നിൽക്കുന്ന നായ എന്നാണ്. കംസന്റെ കാവൽ നായ്ക്കൾ. അല്ല, ഇവരെ വേറെ എന്താ വിളിക്കാൻ പറ്റുക? ഭഗവാൻ അവതരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണാവതാരത്തിൽ ഏറ്റവും ഭാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാര് ഈ കാവൽക്കാരാണ്, കംസന്റെ കാവൽക്കാരാണ്. വസുദേവരും ദേവകിയും കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവംശത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരില് ഈ അവതാരം നടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കാൻ ഭാഗ്യമുള്ള ആൾക്കാരാണ് ഈ കാവൽക്കാരാണ്. എന്നിട്ട് കൃഷ്ണാവതാരം വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി. അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് മായാഭാഗവതി വന്നപ്പോഴോ എല്ലാവരും ചാടി എണീക്കുകയും ചെയ്തു. ഇങ്ങനെ തലതിരിഞ്ഞ ആളുകളെ, ഇത്ര വിപരീതമായി പോയ ആൾക്കാരെ പിന്നെ ശ്രീശുബ്രഹ്മർഷി എന്ത് പേര് വിളിക്കണം? അവര് കംസന്റെ കാവൽ നായ്ക്കൾ എന്നെ വിളിച്ചു. ഗൃഹപാല, അതിന് കാവൽക്കാരെന്ന് ഓർത്തുണ്ട്, കാവല് നിൽക്കുന്ന ജീവി എന്ന് ഓർത്തുണ്ട്. അപ്പൊ കംസന്റെ കാവൽക്കാരൊക്കെ ഉറങ്ങിപ്പോയി. വസുദേവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതുവരെ പെയ്യാൻ മടിച്ചു നിന്ന മഴക്കാറുകൾ ഇന്നലെ കണ്ടല്ലോ, ആ കാർമേഘം തിങ്ങി നിറഞ്ഞു നിൽക്കണം. ആ കാർമേഘങ്ങളെല്ലാം കൂടി അതിശക്തമായിട്ടാണ് മഴ പെയ്തു. മക്കോരി വർഷത്തി അസകൃത് യമാനുജ ഗംഭീര. ആ മഴയത്ത്, അതിശക്തമായിട്ടുള്ള ആ മഴയത്തൊക്കെ വസുദേവര് ആ കണ്ണനെയും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നടന്നു. ഈ ചിത്രകാരന്മാരിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു കൊട്ടയിലാക്കിയിട്ട് വെക്കുന്ന രീതിയിൽ. നമുക്കാർക്കെങ്കിലും ഇപ്പം അങ്ങനെ സാധിക്കുമോ? നമ്മുടെ കുട്ടിയെ ജനിച്ച ഉടനെയുള്ള കുട്ടിയെ ഒരു കൊട്ടയിലൊക്കെ ആക്കിയിട്ട് തലയിൽ വെക്കുക. എവിടുന്ന് കിട്ടിയ ഒരു പ്രമാണമാണ്, അല്ലെ എന്ത് സങ്കല്പത്തിൽ നിന്നാണ് ഈ തലയിൽ കൊട്ടയിലാക്കിയിട്ട് ചേനയോ മത്തങ്ങയോ തേങ്ങ ഒക്കെ കൊണ്ടുപോകുന്നത് പോലെ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്ന ഏർപ്പാട് എങ്ങനെ ഭാവനയിൽ വന്നു എന്നുള്ളത് അറിയില്ല. അത് എവിടുന്ന് കിട്ടിയതാണെന്ന് അറിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഭഗവാന്റെ തടമ്പെടുക്കുന്നില്ലേ, അതുപോലെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാനല്ലേ സാധ്യതയുള്ളൂ. അല്ലാതെ എങ്ങനെ എടുക്കും? കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ തലയിലൊക്കെ എടുത്തൊന്നും വരിക, തമാശയ്ക്ക് കളിക്കാൻ വേണ്ടിയൊക്കെ എടുക്കാം. ഇത്ര കുഞ്ഞു കുട്ടിയെ ആരെങ്കിലും ഒക്കെ അങ്ങനെ എടുത്തോണ്ട് പോകും? സാധ്യതല്ലേ. മാറോട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു വസുദേവര്. എന്നിട്ട് ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് അവിടെ ഇറങ്ങി നടന്നു പുറത്തേക്ക്. നടന്ന് ആ പെരുമഴയതൊക്കെയാണ് ഇറങ്ങി നടക്കുന്നത്. തന്റെ കയ്യിലൊരു കുട്ടിയുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ, കാരണം ഭഗവൽ പ്രചോദിത, ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പൊ ബാക്കിയുള്ള തടസ്സങ്ങളെ കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. ഹനുമാൻ പറഞ്ഞില്ലേ, രാമകാര്യാർത്ഥമായിട്ട് പോകുന്നു ഞാൻ. രാമകാര്യാർത്ഥമായിട്ടാണ് പോകണമെന്ന് പറയുമ്പോൾ പിന്നെ മൈനാകപർവ്വതം മുമ്പിൽ വന്നാലും എന്താ, അതൊന്നും ഒരു തടസ്സമല്ല, അതിനൊക്കെ മറികടന്ന് പോകില്ലേ. അപ്പൊ ഇവിടെ മഴ പിന്നെ കൂട്ടില്ലല്ലോ, അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഭഗവാൻ മഴ കൊള്ളരുതല്ലോ, കാരണം ഭഗവാന്റെ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളിപ്പാണ് പുറത്തേക്ക്. അപ്പൊ അതനുസരിച്ചിട്ട് ഗംഭീരാക്കണ്ടേ. അങ്ങോട്ട് വരുമ്പോഴേക്കും പുറകില് ഇവിടെ അല്ലേ ശിവേലി ഇറങ്ങാറാകുമ്പോഴേക്കും ഓടി പിടിച്ചിട്ട് അവര് കൊടയായിട്ട് ഇങ്ങനെ പുറത്ത് റെഡിയായിട്ട് വെക്കും. വിഗ്രഹം പുറത്തേക്ക് വന്ന അതുപോലെ ആ കൊട, ഭഗവാന് കൊട പിടിക്കേണ്ട ആളാരാണ്? സാക്ഷാൽ ശങ്കരകൃഷ്ണമൂർത്തിയാണ്, അനന്തനാണ്. അപ്പൊ അവിടെ റെഡിയായിട്ട് കാത്തു നിൽക്കണ്ടായിരുന്നു. വേഗം ആ അനന്തൻ തന്റെ അനേകായിരം ഭണങ്ങൾ ഒരു കുട പോലെ ഭഗവാന്റെ പുറകിൽ, വസുദേവരുടെ പുറകിൽ അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി നടന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ താലമെടുത്തതുപോലെ ഉണ്ട്. അത് വേറെ ആരുമില്ല പ്രകൃതിയില്. മനുഷ്യരാശിയിലുള്ള ഒരാളും അറിയുന്നില്ല, കണ്ടിട്ടില്ല. ഈ പ്രകൃതി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആ വിളക്കോ പോയിട്ട് ആ ഇടിമിന്നലിന്റെ വെളിച്ചത്തില് അവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊക്കെ തീവട്ടിയും പിന്നെ വലിയ എഴുന്നള്ളിപ്പൊക്കെ വരുമ്പോൾ ഇതൊക്കെ കത്തിക്കില്ലേ, മേശപ്പൂവും വലിയ കുതിരിയൊക്കെ കത്തിക്കില്ലേ, അതുപോലെ വലിയ എഴുന്നള്ളിപ്പുമായിട്ട് അവിടെ നിന്ന് ഇവിടെ പോന്നു. നേരെ യമുനാ നദിയുടെ അടുത്തേക്ക് എത്തി. ഭയാനക ആവർത്ത ശതാകുല നദി എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ചുഴിയും തിരയും ഒക്കെ ആയിട്ടാണ് നദി ഒഴുകുന്നത്. നല്ല മഴക്കാലമാണല്ലോ. അപ്പൊ ആ മഴ ശക്തമായിട്ട് പെയ്യും കൂടി ആകുമ്പോൾ ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ കവിഞ്ഞ് നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന ആ യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ ഒരു നിമിഷം ഒരു ആലോചന പോലും ഇല്ലാണ്ട്, ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്ത് പറ്റും എന്നുള്ള ഒരു ആലോചന പോലും ഇല്ലാണ്ട് വസുദേവര് നേരെ ആ വെള്ളത്തിലേക്കാണ്ട് ഇറങ്ങി. അവിടെ കണ്ട് നടന്നു. രണ്ടടിയാണ്ട് നടന്നപ്പോഴേക്ക് മാർഗന്ധദോ സിന്ധുരിവ ശ്രിയ അതേ,
സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് കടല് വഴി ഒഴിഞ്ഞു കൊടുത്തതുപോലെ യമുനാ നദി വസുദേവർക്ക് പാകത്തിന് ഒഴിഞ്ഞാണ് കൊടുത്തു. വസുദേവർ അതിലൂടെ നടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമികൾ യമുനാ നദിയുടെ തീരത്തെത്തിയിട്ട് യമുനയെ നോക്കി ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിത്രം കാണുന്നത്. ഈ യമുനാ നദിയുടെ നിറം കറുപ്പ് നിറം. നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ പോയപ്പോഴും അവിടെയുള്ള ആൾക്കാർ, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോണ ആൾക്കാർക്ക് യമുനാ നദിയെ കണ്ട, ഈ കാളിന്തിയെ കണ്ടാലേ വൃത്തികേടുണ്ട്. അത് വാസ്തവമാണ്. ഡൽഹിയിലും ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ വൃത്തികളുണ്ട്. അതില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന്റെ നിറം അല്ലെങ്കിൽ അങ്ങനെയാണ്. നിറം അങ്ങനെ തന്നെയാണ്. അപ്പൊ കുറച്ചൊരു ഇരുണ്ട നിറമാണ് യമുനാ നദിക്കുള്ളത്. അതിപ്പോ യമുനോത്രിയിലേക്ക് പോകുമ്പോഴും കാണാം. അവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെ ഒരു ഇളം നീല നിറത്തിലാണ് ആ നദി ഒഴുകി വരുന്നത്. അതും എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ അതിലെ ആ സംഗമ കാഴ്ച ബഹുരസമാണ്. ഗംഗയും യമുനയും കൂടി സംഗമിക്കുമ്പോൾ പ്രയാഗരാജിൽ പോയാൽ അത് ശരിക്കും കാണാം. ഒരു ഭാഗത്ത് ശങ്കരനാരായണന്റെ സാക്ഷാൽ മഹാദേവന്റെ ഭസ്മവും ധരിച്ചിട്ട് വരുന്ന ഏതാണ്ട് നല്ല വെളുത്ത നിറമുള്ള ഗംഗാനദിയും ഇപ്പുറത്ത് നീല നിറത്തിലുള്ള യമുനാ നദി, അത് കൂടെ കൂടിച്ചേർന്നിട്ട് എന്നാൽ കൂടിച്ചേരാണ്ട് ഇങ്ങനെ ഒരു വര പോലെ പോണത് കാണാം. രണ്ട് നിറത്തിൽ കാണാൻ പോകുന്നത്. അപ്പൊ യമുനയുടെ നിറം അങ്ങനെ തന്നെയാണത് വാസ്തവത്തിൽ. ഏതായാലും ഈ യമുനാ നദി എങ്ങനെയാ കറുത്തു പോയതെന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. ഈ കൃഷ്ണനുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ, കണ്ണനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ രണ്ട് കുഞ്ഞിക്കാലും ഇങ്ങോട്ട് താഴേക്ക് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ കുഞ്ഞിക്കാലും ഇങ്ങോട്ട് താഴത്തേക്ക് കിടക്കുന്നുണ്ട്. കാളിന്തി കൃഷ്ണപത്നിയാണ്, ഭഗവാന്റെ പത്നിയാണ് കാളിന്തി. ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുക കാളിന്തി. അപ്പൊ ഭഗവാൻ ഇപ്പൊ മുമ്പിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്റെ മുമ്പിൽ കണ്ടിട്ട് ഒന്ന് നമസ്കരിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാളിന്തി ഇങ്ങനെ മെല്ലെ പൊങ്ങി വന്നിട്ട് ഈ ഭഗവാന്റെ ആ കുഞ്ഞി പാദങ്ങളിൽ ഒന്ന് ശിരസ് പൊട്ടിച്ചാണ്ട് നമസ്കരിച്ചു. മുരാരി കായ കാളിമാലാമവാരി ധാരിണി ത്രിണീകൃത ത്രിവിഷ്പവ ത്രിലോക ശോകഹാരിണി. യമുനയെ ശങ്കരാചാര്യ സ്വാമികൾ സ്തുതിച്ചത് യമുനാഷ്ടകത്തിൽ. മുരാരി കായ കാളിമ, ഭഗവാന്റെ ശരീരത്തിലെ കറുപ്പ് നിറം. ഈ നെറ്റി മുട്ടിച്ചിട്ട് നമസ്കരിച്ചപ്പോ അത് ലലാമവാരി ധാരണി, അത് ആ നെറ്റിയിലൂടെ യമുനയിലേക്ക് പടർന്നു പിടിച്ചു. അങ്ങനെ യമുന കറുത്തു പോയത്, കറുത്തത്. അങ്ങനെ യമുന കറുത്തുള്ള യമുന ആ നദി കടന്ന് അപ്പുറത്തേക്ക് നിന്ന് യശോദയുടെ തൽപ്പത്തിൽ, നന്ദഗോപരുടെ കൊട്ടാരത്തിൽ നേരത്തെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവതി, മായാഭഗവതി, ദുർഗാ ഭഗവതി അവിടെ സഹോദരിയായിട്ട്, വിഷ്ണുവിന്റെ സഹോദരിയായിട്ട് അവിടെ അവതരിച്ചിട്ടുണ്ടല്ലോ. അവിടേക്ക് ചെന്നു. ആ തൽപ്പത്തില് തന്റെ കയ്യിലുള്ള ആ ആൺകുഞ്ഞിനെ അവിടെ കിടത്തി. എന്നിട്ട് യശോദയുടെ തൽപ്പത്തിലുള്ള പെൺകുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തു. ഇപ്പൊ നമ്മൾ ചോദിക്കുക, ഇങ്ങനെ ഒരു കുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നിട്ട് അവിടെ ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലേ? ആർക്കും വിഷയമൊന്നും ഉണ്ടായില്ലേ? ഒരാളോട് സുഖമായിട്ട് അന്തഃപുരത്തിന്റെ അകത്ത് പ്രസവിച്ച് കിടക്കണ മുറി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അത്യാവശ്യം കുറച്ച് ഉള്ളിൽ അന്തഃപുരത്തിനകത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് സുഖമായിട്ട് ഇതിന്റെ അകത്ത് വന്ന് കുട്ടിയെ കൊണ്ട് പോരാൻ എങ്ങനെയാ സാധിച്ചത്? സകല ആൾക്കാർ ഉറങ്ങിയതാണ്. നദൽ ലിംഗം പരിശ്രാന്ത നിദ്രയാ അപഗത സ്മൃതി യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. നിദ്രാരൂപത്തിൽ സകലരുടെ ഉള്ളിലിരിക്കുന്ന അതേ ദേവിയാണല്ലോ അപ്പോൾ അവിടെ അവതരിച്ചത്. അപ്പൊ ആ ദേവിയുടെ അവതാരം കൊണ്ട്, ദേവി അവിടെ വന്നതുകൊണ്ടെന്ന് വെച്ചാൽ സകലയാണോ ഉറങ്ങിപ്പോയി, ആരും ഒന്നും അറിഞ്ഞിട്ടന്നില്ല. എന്നാൽ തല്ലിംഗം എന്നാണ് ജനിച്ച കുട്ടി. യശോദ പ്രസവിച്ചതേ അറിഞ്ഞില്ല. പ്രസവിച്ചിട്ടുള്ള കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും യശോദ അറിഞ്ഞില്ല. യശോദ പോലും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എല്ലാവരും കണ്ടു ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ നടുവിലൂടെയാണ് ഈ വസുദേവര് വരുന്നതും അവിടെ തൻ്റെ കയ്യിലുള്ള കുട്ടിയെ അവിടെ കിടത്തുന്നതും. എന്നിട്ട് മറ്റേ കുഞ്ഞിനെ അവിടെ എടുത്തിട്ട് തിരിച്ചു വന്നു. തിരിച്ച് ഇതേപോലെ നദി കടന്ന് പുറത്തേക്ക് വന്നു. തടവറയുടെ അകത്തേക്ക് തന്നെ തിരിച്ചു വന്ന് കയറി. അപ്പോഴോ ചങ്ങലക്കെട്ടുകളൊക്കെ വീണ്ടും വന്നു. വാതിലൊക്കെ അടഞ്ഞു. കണ്ണനെ കയ്യിലെടുത്തപ്പോൾ ബന്ധനമൊക്കെ പോയി. മായാഭഗവതിയെ കയ്യിലെടുത്തപ്പോൾ ബന്ധനമൊക്കെ വീണ്ടും വരികയും ചെയ്തു. അത്രയും വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിയും. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ തുടങ്ങിയത്. തതോ ബാലധ്വനിയും സ്വത്വ. ആ കുട്ടിയുടെ കരച്ചിൽ എപ്പോഴാണ് തുടങ്ങിയത്? 10 വരെ മിണ്ടാണ്ടിരുന്ന കുട്ടി ഈ ചങ്ങലക്കെട്ടും തടവറയുടെ അടക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് തുടങ്ങി കരയാൻ. ഈ ചെറിയ കുട്ടികളെ കരയുമ്പോഴേ എന്നുണ്ട്, ഉറക്കയുടെ കരയാ. കീ കീ കോ കോ എന്നിട്ട് കരച്ചിൽ തന്നെയാണ്. ഈ കോ കോ എന്ന് എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാലോ, കംസൻ എവിടെ? എനിക്ക് സമയമായിട്ടുണ്ട് ഒരു കംസൻ എന്ന ഭാഗത്തിൽ എവിടെയെന്ന് ഉറക്കയുടെ കരഞ്ഞു. അപ്പോൾ ഈ ഉറങ്ങിക്കിടന്ന ആൾക്കാരൊക്കെ ചാടി എണീറ്റു. വേഗം കംസന്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. കംസനവിടെ ഏത് ഉദ്വിഗ്ന പ്രതീക്ഷതയെന്ന് ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ്. സഹോദരി പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ടത് 7 ആണോ 8 ആണോ എന്ന് എണ്ണം തെറ്റിയിട്ട് ഇപ്പൊ ഭയന്ന് ഹരിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹം ഉറക്കൊഴിച്ച് അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ കംസനെ.
അപ്പൊ ഈ ഇവര് ചെന്നിട്ട് വിവരം, ഈ കാവൽക്കാരെ ചെന്നിട്ട് വിവരം പറഞ്ഞതോടുകൂടി അവിടെ നിന്ന് ഇവിടെ ഓടി പിടിച്ചിട്ട് വന്നു. ഈ ഓടി പിടിച്ച് വരുമ്പോ എന്താ വെച്ചാൽ പ്രസ്ഖലൻ, ഇടയ്ക്ക് എവിടെയോ കാലിടറി ഒരു ഭാഗത്ത് ഉരുണ്ട് വീണു. മുക്ത മൂർധജ, തലമുടിയൊക്കെ അന്ന് ആ പുരുഷന്മാർക്കും വലിയ ശിഖ ഉണ്ടാവുമല്ലോ, അത് കെട്ടക്കഴിഞ്ഞ് എവിടെയോ ഉരുണ്ട് വീണു. അയാളും വീണു, ഈ തലമുടിയുടെ കെട്ടഴിഞ്ഞ് അതും വീണു. എന്നിട്ട് ഓരോ ദുശകനങ്ങളാണല്ലോ അവനെ ഇതിനൊക്കെ പറയാറുള്ളത്. ഇങ്ങനെ എന്തൊക്കെയോ കുറെ ദുശകനങ്ങളും കണ്ടുകൊണ്ടാണ് കംസൻ ഓടി ദേവകിയുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ദേവകിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ മാറില് ഒരു ചെറിയ കുഞ്ഞിനെ കാണാനുണ്ട്. കംസൻ പതിവ് പോലെ ഇതിനു മുമ്പുണ്ടായ 6 പേരെയും ചെയ്യുന്നത് പോലെ തന്നെ ആ കുട്ടിയുടെ കാലിൽ കൊണ്ട് പിടിച്ചുകൊണ്ട് വലിച്ചു അടിക്കാൻ വേണ്ടിയിട്ട്. അബോധയൻ ശിലാപൃഷ്ഠയ, നിലത്തൊക്കെ കൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഉയർത്തി. അപ്പോഴേക്കും ദേവകി കംസന്റെ കാൽക്കൽ കെട്ടുപിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി, ഹേ ജ്യേഷ്ഠ, ഈ ഒരു കുട്ടിയെങ്കിലും എനിക്ക് വിട്ടു തരണേ. പുത്രിക ഏക പ്രതീയത, 8ാമത്തെ പുത്രൻ എന്നുള്ള ശരീരത്തിൽ പറഞ്ഞത്, ഇതൊരു പുത്രിയാണ്, എൻ്റെ മകളാണ്. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞിനെ, ഈ ഒരു പെൺകുഞ്ഞിനെ എങ്കിലും എനിക്ക് വിട്ടു തരണേ. ബഹവോ ഹിംസിത ഭ്രാത, എത്ര പേരെ അങ്ങ് വധിച്ചു, ഈ ഒരു കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണേ എന്നൊക്കെ കാൽക്കൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. കംസൻ അത് ശ്രദ്ധിച്ചു പോലുമില്ല. സ്വാർത്ഥ ഉന്മൂലിത സൗഹൃദം, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം സൗഹൃദം കൊണ്ട് നടക്കണയാണ്. മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഒരു ചിന്തയില്ലാതെ അവനവന്റെ കാര്യം മാത്രം. ആ കംസൻ ആ കുട്ടിയെ അടിക്കാൻ വേണ്ടി ഇവിടെ ഉയർത്തി, ആഞ്ഞിവിടെ ഉയർത്തിയിട്ടാണ് അടിക്കണത്. എന്നിട്ട് ഉയർത്തിയതോടുകൂടി ആ കുട്ടി സാ തദ് ഹസ്താത് സമൽപത്യ സദ്യോ ദേവി അമ്പരം ഗത, ആകാശത്തേക്ക് ദേവി ഉയർന്നങ്ങോട്ട് പോയി. ആകാശത്തേക്ക്, അതും ദിവ്യ ആയുധങ്ങളോട് കൂടിയിട്ട്. അഷ്ടോഭുജം കിം മഹിഷസ്യമർദ്ദിനി, ആ ഭാവത്തിലാണ് മഹിഷാസുരമർദ്ദിനിയെ പോലെ 8 തൃക്കൈകള്, 8 തൃക്കൈകള് ദിവ്യമായ ദിവ്യസ്രക അമ്പരാലേപ രത്നാഭരണ ഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്ര ഗദാധര. ഈ ദിവ്യമായ ആയുധങ്ങളും അലങ്കാരങ്ങളോട് കൂടിയിട്ട് ദേവി തന്റെ സ്വസ്വരൂപത്തില് മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ കംസനൊക്കെ ഇങ്ങനെ ദിവ്യരൂപം കാണിച്ചു കൊടുക്കുക വയ്ക്കും. എന്തൊക്കെയായാലും പാത്രത്തിൽ പിടിച്ചതല്ലേ, കാല് പിടിച്ചതല്ലേ, അപ്പൊ എന്നാ ദർശനം കൊടുത്തേക്കാം എന്ന ഭാവത്തില് ഒന്നായിട്ട് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോ കംസനെ ആകെ ഒന്ന് പരിഭ്രമിച്ചു പോയി. ഭയാണല്ലോ കംസന്റെ പ്രധാനമായിട്ടുള്ള സംഭവം. അപ്പൊ അദ്ദേഹത്തിന് അത് കണ്ടപ്പോ പേടിച്ചു നിൽക്കുന്ന കംസന്റെ മുമ്പിൽ നിന്നിട്ട് ദേവി കംസന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നേരത്തെ അശരീരി പൊതുവായിട്ടായിട്ട് വിളിച്ചതാ, കംസനെ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ വിഡ്ഢി എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കിം മയ ഹൃദയ മന്ദ, എടാ മണ്ട, നീ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് എന്ത് വേണം? ജാത തവ അന്തകൃത, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. തവാന്തകൻ ഭൂമി തലേ ജനിച്ചു. ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുവിൻ, എല്ലായിടത്തും പോയി തിരഞ്ഞോളാം. ഈ എന്താ പറയാ, ക്ലൂ കൊടുക്കുക എന്ന് പറയില്ലേ, കംസൻ ഒരു ക്ലൂ കൊടുത്തതാണ് ദേവി. നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, എന്നിട്ടോ തെരഞ്ഞോളൂ എല്ലായിടത്തും. ഭൂമിയിൽ തെരഞ്ഞോളൂ വെച്ചാൽ ഭൂമിയിൽ എവിടെ പോയി തിരയണം? ഭൂമി എത്ര വലിയൊരു സ്ഥലമാണ്, ഇതിന് മുഴുവൻ എവിടെ പോയി തിരയണം? തിരയാനുള്ള ഒരു സ്ഥലം പറഞ്ഞു. ഓ, സർവത്ര, എല്ലായിടത്തും വെച്ച് എവിടെ പോയി തിരയും? എത്ര സ്ഥലത്ത് പോയി? കംസൻ ഈ സർവത്ര എന്ന് കേട്ടിട്ടാണ് ആകെ തെറ്റിദ്ധരിച്ച് പരിഭ്രമിച്ചു പോയത്. എവിടെ പോയി തിരയണമെന്ന് ഒന്നും കിട്ടില്ല. അവിടെ കംസനെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തിരയാൻ ആളുകളെ വിട്ടു, അവിടെയൊക്കെ ആൾക്കാരെ വിട്ടു. എന്നിട്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ പോയത്. ദേവി പറഞ്ഞു കൊടുത്തത് കംസന് മനസ്സിലാവാഞ്ഞിട്ട്. സർവത്ര, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തുമുള്ള ആളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ എല്ലായിടത്തുള്ള ആളെ പുറത്തന്നെ തെരഞ്ഞെടുക്കണമെന്നില്ല, ലോകം മുഴുവൻ തെരഞ്ഞെടുക്കണമെന്നില്ല. അത് ഉള്ളിലേക്ക് കണ്ണടച്ച് നോക്കിയാൽ ഉള്ളിലും ഉണ്ടാവുമല്ലോ. എല്ലായിടത്തും ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവണം? ഉള്ളിലും ഉണ്ടാവണം. അപ്പൊ കംസന് ശരിക്കും തന്റെ അന്തകനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. കണ്ണടച്ച് അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടിയാനെ. ദേവി വളരെ എളുപ്പമുള്ള ക്ലൂവാണ് കൊടുത്തത്. പക്ഷെ കംസൻ അത് മനസ്സിലാക്കാനില്ല. എന്നിട്ടാണ് ഈ ലോകത്ത് കൊണ്ട് ഓടിച്ചേർന്നത്. ഏതായാലും ആ ചീത്തവിളിയൊക്കെ കേട്ടപ്പോൾ കംസൻ തൽക്കാലത്തേക്ക് ഒന്ന് നന്നായി. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ, കാണേണ്ടത് കണ്ടു, ദേവിയെ കണ്ടു, കിട്ടേണ്ടത് കിട്ടും ചെയ്തു. നല്ല ചീത്ത മണ്ട വിളിയൊക്കെ കേട്ടപ്പോൾ തൽക്കാലത്തേക്ക് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, ആ ദേവിയാണല്ലോ പ്രത്യക്ഷമായത്. അപ്പോൾ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ശരിയായി. അപ്പോൾ വേഗം ദേവകിയും വസുദേവരെയും ഒക്കെ ചങ്ങലക്കെട്ടൊന്നൊക്കെ അഴിച്ചുവിടാൻ പറഞ്ഞു. അവരെ കഴിച്ചുവിട്ടു. തടവറയുടെ വാതിലൊക്കെ തുറന്നു. എന്നിട്ട് അവിടെ നിർത്തിയില്ല. കംസൻ ആ ദേവകിയുടെ കാൽക്കൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ദേവകിയുടെ കാൽക്കൽ നമസ്കരിക്കൊക്കെ ഉണ്ടായി. എന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ പുരുഷാദൈവ ആപത്യം ബഹവോ ഹിംസിത, ഞാൻ എത്രയോ കുട്ടികളെ കൊന്നു. ഒരു ദുഷ്ടനെ പോലെ, ക്രൂരനെ പോലെയല്ല, ക്രൂരനായിട്ട് ഞാൻ പോലെ എന്നും പറയേണ്ട ആവശ്യമില്ല. ദുഷ്ടനെ പോലെ, ക്രൂരനെ പോലെ ഞാൻ
എത്രയോ കുട്ടികളെ കൊന്നു. ഞാൻ ക്രൂരൻ തന്നെയാണ്, അങ്ങനെ തന്നെ പണിയാണ് ചെയ്തത്. ആ അമ്മയുടെ ജനിച്ച ഉടനെയുള്ള കുട്ടിയെ അമ്മയുടെ മാറത്തുനിന്ന് പിടിച്ചെടുത്ത് ആ അമ്മയുടെ കണ്ണിന്റെ മുമ്പിലിട്ട് അടിച്ചങ്ങോട്ട് കൊല്ലണതിന് പിന്നെ ക്രൂരനെ പോലെ ക്രൂരതയാണത്. ഞാൻ അതിന് വേറെ എന്തിനായി വ്യാഖ്യാനം കൊടുക്കട്ടെ? ക്രൂരതയൊക്കെ ചെയ്തു ഞാൻ. ഇതൊക്കെ എന്താ അറിയോ? ദൈവമപ്യ അനൃതം ഭക്തി. ഈ ഈശ്വരന്മാരും കൂടി ഇങ്ങനെ നുണ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ദൈവങ്ങളെന്ന അശരീരിയിൽ പറഞ്ഞില്ലേ, എട്ടാമതൊരു പുത്രൻ ജനിച്ചിട്ട് നിന്നെ കൊല്ലാൻ വരുന്നൊക്കെ. അപ്പൊ അന്ന് ആ അശരീരി കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ ആ ഈശ്വരന്മാരും കൂടി നുണ പറഞ്ഞു. എട്ടാമത് ഇപ്പൊ ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. എന്നിട്ട് ആ പെൺകുട്ടി പറയാ നിന്റെ അന്തകം വേറെ സ്ഥലത്തുണ്ട്. ഈശ്വരന്മാരും കൂടി ഇങ്ങനെ നുണ പറയാൻ തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കംസന്റെ വക ഗംഭീരമായിട്ടൊരു വേദാന്ത പ്രഭാഷണം. ഈ മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അനിവാര്യമായൊരു സത്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിക്കും. ഇപ്പോൾ ഞാൻ കൊന്നു എന്നൊന്നും വിചാരിച്ച് വേദനിക്കേണ്ടതില്ല. എൻ്റെ കൈകളെ കൊണ്ട് കൊല്ലപ്പെടാനുള്ള ഒരു യോഗം അമ്മയുടെ ദേവകിയുടെ കുട്ടികൾക്കുണ്ട് എന്നേ കണക്കാക്കാൻ പാടുള്ളൂ. വസുദേവരും ദേവകിയൊന്നും അതിന് മറുപടി പറയാൻ പോയില്ല. ഏവമേതത് കലോ, അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്താ പറയാൻ, 6 കുട്ടികളെ തല്ലി കൊന്നു. ഇപ്പൊ ഒരാൾ ആകാശത്തേക്ക് പറന്നുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് മറുപടിയാ പറയുക? അങ്ങനെയാണെന്നോ അല്ലെന്നോ കംസനോട് മറുപടി കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അവർക്ക് അവരുടെ വേദന സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ശരിക്കും വസുദേവരായിട്ടാണ് ശരിക്കും വേണ്ടത്. എന്താ വെച്ചാലേ ഈ കംസന്റെ തലമുണ്ടയ്ക്ക് ഒരു ഒറ്റ അടിയാണ്ട് കൊടുക്കുക, വലിയ വടിയോ കല്ലോ എടുത്തോണ്ടിട്ട് അടിച്ചിട്ട് ചോരയൊക്കെ പൊട്ടി ഉറക്കം ഇങ്ങനെ നിലവിളിക്കുമ്പോൾ പറയാം ഞാൻ അടിച്ചു എന്നൊന്നും വിചാരിക്കരുത്. എൻ്റെ കൈകളെ കൊണ്ട് ഒരടി കിട്ടുവാനുള്ള യോഗം അങ്ങേക്കുണ്ട് എന്നേ വിചാരിക്കാവൂ. ഇതാണ് വേണ്ടത്. ഇതിന്റെ പേരാണ് ഈ ദുഷ്ടവേദാന്തം. വേദാന്തം അല്ല, വേദാന്തിയാണ് ദുഷ്ടനായി പോകുന്നത്. വേദാന്തി ദുഷ്ടനായി പോയിട്ട് അവനവന്റെ കാര്യം വരുമ്പോഴേ മറ്റുള്ളവരോട് വലിയ വലിയ വിഷയങ്ങളൊക്കെ പറയാം. സ്വയം എന്തെങ്കിലും ചെറിയ ചെറിയ വേദന വരുമ്പോഴോ അപ്പോൾ ഉറക്കറിയാം. ഈ മരണം അനിവാര്യമായ സത്യമാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും. ഇതൊക്കെ അറിയാന്നുണ്ടെങ്കിൽ പിന്നെ എട്ടാമത്തെ പുത്രനെ വന്ന് കൊന്നോട്ടെ എന്നാണ് വിചാരിച്ചിരുന്ന പോലെ. അത് അവനവന് പറ്റില്ല, അപ്പുറത്തേക്ക് പോയിട്ട് ഉപദേശിക്കാം. ഈ ഇങ്ങനത്തെ അപകടമാണ് ഈ രാവണനും ഇത് 2 ദിവസം മുമ്പ് ഹിരണ്യകശിപു പറഞ്ഞില്ലേ, അത് ഗംഭീര പ്രഭാഷണം നടത്തിയില്ലേ. ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരോട് അപ്പുറത്തേക്കൊക്കെ പറയാം, അവനവന് ഇതൊന്നും പറ്റില്ല. ഇതാണ് അപകടം നടത്തുന്നത്. വേദാന്തം മറ്റുള്ളവരോട് പറയാനുള്ളതല്ല, വേദാന്തം അവനവന് മനനം ചെയ്യാനുള്ളതാണ്. വേറെ ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതല്ല. മറ്റുള്ളവർക്ക് വേദനിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും അവർക്ക് വല്ല വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ സഹാനുഭൂതിയും അവർക്ക് ആശ്വാസവും ഒക്കെ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് അവിടെ പോയിട്ട് ഈ വേദാന്തമൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അത് തെറ്റാണ്, അത് തന്നെ ക്രൂരതയാണ് നടത്തുന്നത്. ഏതായാലും അവിടുന്ന് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി കംസൻ സുഖമായിട്ട് ഉറങ്ങി. യാ ദേവി സർവഭൂതേഷു നിദ്രാരോപേണ സംസ്ഥിത. ആ ദേവിയുടെ പാദസ്പർശമൊക്കെ കിട്ടിയിട്ടുണ്ട്. കംസൻ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. കുറെ കാലമായി ഉറങ്ങേണ്ടതായിട്ട്. അന്ന് ആ ദേവകിയെ കാണാൻ വേണ്ടി തടവറയിലേക്ക് പോയി നോക്കിയില്ലേ, അന്ന് അവിടെ പോയി നോക്കിയിട്ട് പോകുന്നതാണ്. ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പ്രഭിപൻ വദൻ. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഇയാൾക്ക് ഹരി 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 എന്നുള്ള ചിന്ത. അത് പേടിച്ചിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു ആള്. അപ്പൊ ഇന്നിപ്പോ ദേവിയുടെ പാദസ്പർശത്തോട് കൂടിയിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങി നീറ്റ് വന്നപ്പോഴോ അപ്പൊ പിന്നെ പഴയ കംസനായി. പിന്നെ തുക പോയി. പിന്നെ വീണ്ടും പഴയ അളഞ്ഞായി, മാറ്റമൊന്നുമില്ല. പിറ്റേ ദിവസം വീണ്ടും മന്ത്രിസഭയൊക്കെ വിളിച്ചു കൂട്ടി. നമ്മുടെ ഇന്നലെ പറഞ്ഞില്ലേ, പ്രലംബ ഭഗചാണൂര തൃണാവർത്ത മഹാസനേഹി പൂതന ദിവിത കേശി, ഇതൊക്കെയാണ് മന്ത്രിസഭ. ഇവരെയൊക്കെ കൂടി വിളിച്ചു കൂട്ടി എന്തൊക്കെയാ വേണ്ടതെന്ന് ചർച്ച ചെയ്തു. അവരൊക്കെ വീണ്ടും പറഞ്ഞു കൊടുത്തു. മൂലം ഹി വിഷ്ണു ദേവാനാം എത്ര ധർമ്മോ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് വിഷ്ണുവാണ്. ആ വിഷ്ണു അങ്ങയെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ എവിടെ ജനിച്ചാലും വേണ്ടില്ല, ആ വിഷ്ണുവിന്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള പദ്ധതി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അതുപോലത്തെ വിദ്യകളൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി അതിനു വേണ്ടി പുറപ്പെട്ടു. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷിക്ക് തന്നെ ഇത് മതി. ഇത് എത്ര നേരം പറയാ? ഈ കംസന്റെ കഥ ഇതല്ലല്ലോ കേൾക്കേണ്ട കഥ, കൃഷ്ണന്റെ കഥയല്ലേ കേൾക്കേണ്ടത്. കംസന്റെ കഥ എത്ര കേൾക്കണം, മതി വെച്ചു. അവിടുന്ന് അങ്ങോട്ട് മാറി. പിന്നെ നേരെ വൃന്ദാവനത്തിലെ ഗോകുലത്തിലെ കഥ പറയാൻ ആരംഭിച്ചു. ഗോകുലത്തില് അവിടെയാണല്ലോ കണ്ണൻ, അവിടെയാണല്ലോ കൊണ്ടുപോയി കിടത്തിയത്. അപ്പൊ അവിടെ യശോദയും നന്ദഗോപരും അതുപോലെ ഈ പ്രസവം എടുക്കാൻ, യശോദയ്ക്ക് പ്രസവ സമയം അടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രസവം എടുക്കാനുള്ള സൂതികമാരൊക്കെ, ഈ വയറ്റാട്ടിമാരൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് തയ്യാറായിട്ട് കാത്ത് നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അല്ലെങ്കിൽ നാളെ 2 ദിവസം അധികം വൈകില്ല എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും റെഡിയായിട്ട് കാത്തിരിക്കണ്ടായിരുന്നു. ചിലപ്പോൾ 1-2 ആൾക്കാർ ഉറക്കൊഴിച്ച് യശോദയുടെ കൂടെ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങി, സകല ആൾക്കാരും അന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴോ യശോദയുടെ അപ്പുറത്തൊരു കുട്ടി കിടക്കണം.
പ്രസവിച്ച ആൾ തന്നെ അപ്പോഴാണ് വിവരം അറിയുന്നത് ഈ പ്രസവിച്ചു എന്നുള്ള കാര്യം. ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ആകെ അത്ഭുതമായി. ഇപ്പൊ എല്ലാവരും യശോദ എടുത്തപ്പോ യശോദ എനിക്കറിയില്ല, ഞാനും അറിയില്ല, ഇപ്പോഴാണ് ഞാൻ പറയണത് ഇങ്ങനെ ഒരാൾ പ്രസവിച്ചു എന്നുള്ള കാര്യം തന്നെ. അതുകൊണ്ട് കൃഷ്ണന്റെ ജാതകം ഒന്നും എഴുതിയിട്ടില്ല, കൃഷ്ണന്റെ ജാതകമില്ല. ശ്രീരാമ ജാതകം എന്നുള്ളൊരു പുസ്തകം തന്നെ ഉണ്ട്, ഒരു ഗ്രന്ഥമൊക്കെ ഉണ്ട്. കൃഷ്ണജാതകം എന്നുള്ളൊരു സാധനമില്ല. ഇപ്പൊ എപ്പോഴാണ് ജനിച്ചത് ആർക്കറിയാം? നന്ദഗോപർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വസുദേവർക്കൊട്ട് ജാതകർമ്മം ചെയ്യാവുന്ന അവസ്ഥയിലുമല്ല. അതുകൊണ്ട് കൃഷ്ണജാതകം വെച്ചിട്ടൊരു സംഭവമില്ല, ഒരു മുഹൂർത്തമോ അങ്ങനെ ഒരു ഒന്നുമില്ല ഭഗവാൻ. അല്ല ഇപ്പൊ എന്തിനപ്പോ ജാതകം, അല്ലെങ്കിൽ ഇപ്പൊ ഭഗവാൻ ഇപ്പൊ എവിടെയാ ജാതകം എഴുതുക? അതല്ല. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല. യശോദയ്ക്ക് എല്ലാവർക്കും അത്ഭുതമായി. ഏതായാലും കുട്ടിക്ക് അപകടമൊന്നുമില്ല, എല്ലാവർക്കും സന്തോഷമായി. വേഗം പാല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി ജനിച്ചാലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, വേഗം കുളിപ്പിക്കുക, ജാതകർമ്മം ചെയ്യുക, ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്തു. നന്ദഗോപര് മനസ്സുകൊണ്ട് അങ്ങോട്ട് സങ്കല്പിച്ചു. അപ്പോൾ കുറെ പശുക്കളെ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. വസുദേവൻ ചെയ്യുന്നുണ്ടായി, അനേകം പശുക്കളെ മനസ്സുകൊണ്ട് ദാനം ചെയ്തിരുന്നു. ആപ്ലുതോ ഗവാം, അനേകം പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് നന്ദഗോപര് ഇനിയിപ്പോൾ എല്ലാവരോടും വിവരമൊക്കെ പറയണ്ടേ, നാട്ടുകാരൊക്കെ നന്ദഗോപർക്ക് വിവാഹം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത്, ഒരു പുത്രൻ ജനിക്കണം. അപ്പൊ അത് എല്ലാവരോടൊന്ന് വിവരമൊക്കെ അറിയിക്കണ്ടേ, അതൊക്കെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ച വേഗം വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്താ കാഴ്ച വെച്ചാൽ ആ നന്ദഗോകുലത്തിലുള്ള സകലമായ ആളുകളും നന്ദഗോപുര വീടിന്റെ മുറ്റത്തുണ്ട്. മുറ്റത്ത് സ്ഥലമില്ലാണ്ട് ചുറ്റുപാടും ഉണ്ടെന്ന്. നന്ദാലയം സവലയ വ്രജതീർ വിരേജു, നന്ദഗോപുരയുടെ വീടിന്റെ വലയം ചെയ്തിട്ട് ചുറ്റുപാടും ഈ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുക. മുമ്പിൽ സ്ഥലമില്ലാണ്ട് അത്രയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഗോപ്യ സുമൃഷ്ട മണികുണ്ടല നിഷ്കണ്ഠ ചിത്രാംബര പതിശിഖാച്യുതമാല്യ വർഷാഹ. ഈ ഗോപികമാരൊക്കെ കൂടിയിട്ട് രാവിലെ നേരത്തെ പരിഭ്രമിച്ചിട്ട് ഈ നന്ദഗോപരുടെ കൊട്ടാരത്തിലേക്ക് ഓടി പിടിച്ചിട്ട് വന്നപ്പോഴേ ആ വരണ വഴിയിൽ ഇവരൊക്കെ തലയിൽ ചൂടിയ പൂക്കൾ താഴെ ഉതിർന്നു വീണിട്ട് ആ വഴിയിൽ മുഴുവൻ ഒരു പരവതാനി വിരിച്ചതുപോലെ, പൂക്കളെ കൊണ്ട് ഒരു പരവതാനി വിരിച്ചതുപോലെ ആയിട്ടുണ്ട് അത്ര. അപ്പൊ എത്രമാത്രം ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഒരാളുടെ തലയിൽ നിന്ന് എത്ര പൂവ് വീഴുമ്പോ എത്ര പൂവ് വീഴുണ്ടാവും. എന്നിട്ട് അങ്ങനെ കണക്കൂട്ടി നോക്കും, ആ വഴി രാജവേദിയിൽ മുഴുവൻ പൂക്കള് പരവതാനി വിരിച്ചതുപോലെ അങ്ങനെ പരന്ന് കിടക്കണമെങ്കിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവും അവിടെ. ഈ വന്ന ആൾക്കാരൊക്കെ കൂടി നിൽക്കാൻ സ്ഥലമില്ല. എന്നിട്ട് നന്ദഗോപുര വീടിന്റെ ചുറ്റുപാടും വളഞ്ഞു കയറി നിൽക്കുക. അപ്പൊ അവിടേക്കാണ് നന്ദഗോപുരം വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങുന്നത്. ഇത് കണ്ടപ്പോൾ നന്ദഗോപുരക്ക് സന്തോഷമായി. ആരാ ഇവരോടൊക്കെ വിവരം അറിയിച്ചത്? ഈ ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ കൃഷ്ണൻ അവതരിച്ചു എന്ന വിവരം ആരാ അറിയിച്ചത്? അതിപ്പോ ആരാ ആദ്യം പറഞ്ഞത് ആർക്കും അറിയില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. ഇതെല്ലാവർക്കും അറിയാം. ഇതേപോലെ കുറെ രംഗമുണ്ട് കൃഷ്ണാവതാരത്തിൽ. ഈ ഗോപന്മാരും ഗോപികമാരും ഭഗവാനോടുള്ള ബന്ധം ആണത് കാണിച്ചത്. ഭഗവാൻ അവതരിച്ചത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഭഗവാൻ മധുരയിലേക്ക് പോവാണ്. ഒരാളോടും ഭഗവാനും പറഞ്ഞിട്ടില്ല, കൂട്ടി കൊണ്ടുപോകുന്ന ആൾ അക്രൂരനാണല്ലോ. ഈ അക്രൂരനും പറഞ്ഞിട്ടില്ല ഇനി കൃഷ്ണൻ അങ്ങോട്ട് തിരിച്ചു വരില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഭഗവാൻ അവിടെ ഒരു നുണയും പറഞ്ഞിട്ടുണ്ട്. ആയാസ്യ ഇതി ദൗത്യകൈഹി, നേരിട്ട് പറയാനുള്ള മടിയുണ്ട്. ഒരു ദൂതനെ വിട്ടിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അധികം വൈകാണ്ട് ഞാൻ തിരിച്ചു വരാം എന്നൊരു കള്ളത്തരവും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഈ ഭഗവാൻ പോണ സമയത്ത് ഗോപന്മാർക്കും ഗോപികമാർക്കും നല്ലപോലെ അറിയാം ഇനി കൃഷ്ണൻ തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് അവരുടെ കരച്ചിലും അവരുടെ സങ്കടവും അവർ ഭഗവാനെ തടയാൻ ആലോചിക്കുന്നൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ്. അപ്പൊ അവർക്കറിയാതൊക്കെ ഭഗവാന്റെ സങ്കല്പം എന്താണെന്നുള്ളത് ഭഗവാനിൽ നിന്ന് കൃത്യമായിട്ട് അറിയാനുള്ള കഴിവ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ആ താതാത്മ്യത്തിന്റെ അനുഗ്രഹമാണ്, ഭഗവാനോടുള്ള ചേർച്ചയുടെ അനുഗ്രഹമാണ്. അപ്പൊ ഏതായാലും ഇവരെല്ലാവരും കൂടി വന്നത് കണ്ടപ്പോൾ നന്ദഗോപർക്ക് വലിയ സന്തോഷമായി. സന്തോഷത്തോടുകൂടി അദ്ദേഹം അവർക്കൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചപ്പോൾ അവര് കൊണ്ടുവന്ന ദ്രവ്യങ്ങളെ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ ഇങ്ങോട്ട് കൊടുത്തു. അത് മാത്രമല്ല, ഇത് കുറെ നോക്കുമ്പോൾ അവിടെ വെക്കാൻ സ്ഥലമൊന്നുമില്ല. ഈ അന്ന് ഇത്രയും അധികം ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നന്ദഗോപരുടെ വീട് ഗോഡൗണൊന്നുമല്ലല്ലോ, ഇതിപ്പോ മുഴുവൻ കൊണ്ടുവന്ന് വെക്കാൻ. മാത്രമല്ല ഗോരസങ്ങളാണ്, പാല്, തൈര്, വെണ്ണ, നെയ്യ് തുടങ്ങിയിട്ട് ഗോരസങ്ങളാണ് എല്ലാവരുടെയും കയ്യിൽ ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കൊണ്ടുവന്ന സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ലേ. അപ്പൊ ആരോ ഒരാള് ഇത് ഇനിയിപ്പോ എവിടെയാ വെക്കുക എന്നൊക്കെ ചോദിച്ചു ഈ ഭരണി കൈ പിടിച്ചങ്ങനെ നടക്കുക. ഇത് വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് വന്നപ്പോ അപ്പൊ ഒരാൾ ഒരു കാര്യം ചെയ്തത് ഈ തലയിൽ തന്നെയാണ് വെച്ചു. ഇയാള് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അതെടുത്തിട്ട് മറ്റേയാളുടെ തലയിലേക്കാണ് ഇട്ടു. അപ്പൊ അയാളുടെ മേലെ ഈ വെണ്ണ ഉണ്ടായിരുന്നത്, ഈ വെണ്ണയെ കൂടി അയാളുടെ മേലെ കൂടി അഭിഷേകമായി. അപ്പൊ അയാൾക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അയാൾ അത് അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് എറിയാൻ തുടങ്ങി വേറൊരു ഭാഗത്തേക്ക്. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചോദിച്ചാൽ ഈ വെണ്ണ
പാല്, തൈര്, ഇങ്ങനെയുള്ള ഗോരസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് എറിയണം, ഇങ്ങോട്ട് എറിയണം, അപ്പുറത്തേക്ക് എറിയണം, ഇപ്പുറത്തേക്ക് എറിയണം. അതും പറയണ്ട. നവനീത ഈസ്റ്റ ചിക്ഷിപ്പൂ. ഈ വെണ്ണയിലും പാലിലും തൈരിലും ഒക്കെ ആളുകള് മുക്കി പിഴിഞ്ഞങ്ങോട്ട് വെച്ചു. എനിക്കാണ് മുങ്ങി കുളിച്ചിട്ടിരിക്കുക ഇവിടെ നാടകശാല സദ്യ. ഇപ്പൊ പിന്നെ അങ്ങനെ ഈ എറിയണ പരിപാടി നിർത്തിയുണ്ട് അല്ലേ? അത് സമയം ശരിക്കും അങ്ങനെയാണ് പണ്ടുണ്ടായിരുന്നെന്നാണ് പറയാം അല്ലേ? അങ്ങനെയുണ്ടായത്. പക്ഷെ ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്ക് അറിയണ്ട. വില്ലുമംഗലത്തെ സ്വാമിയാർ ഇവിടുന്നാണ് ഭഗവാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഭക്ഷണം വിളമ്പുന്നതായിട്ടാണ് ഭഗവാനെ കാണുന്നത്. ഈ കളഭത്തിന് ആ ഉത്സവത്തിന്റെ സമയത്ത് എല്ലാവർക്കും 9ാം ഉത്സവത്തിന്റെ അന്ന് ഭഗവാൻ ഇവിടെ ഈ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തെ ഭഗവാൻ ഇവിടെ ഭക്ഷണം വിളമ്പണമായിരുന്നാണ് സ്വാമിയാരെ കണ്ടത്. അതുകൊണ്ട് കണ്ടപ്പോൾ അദ്ദേഹം ആവേശത്തോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പൊ ഭഗവാൻ ആദ്യം ഓടി. ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായല്ലോ. വിളമ്പിയത് കളയാണോ വേണ്ടത്, അല്ല അത് കഴിക്കുകയാണോ വേണ്ടത്, അതോ ഭഗവാനെ കാണാൻ അങ്ങോട്ട് വിടുകയാണോ വേണ്ടത് എന്ന് അറിയണ്ടേ. അപ്പൊ അവരും അത് എടുത്തിട്ട് ഓടിയത്. അങ്ങോട്ട് ഇവിടെ ഒക്കെ എറിയും വലിച്ചെറിയും. ആനന്ദത്തിന്റെ പ്രകടനമാണ്. ഇതെന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആനന്ദം വരുമ്പോഴുള്ള ഒരു പ്രകടനമാണ്. അവിടെ അതന്നെ ഉണ്ടായത്. ഇവർക്ക് ഭഗവാനെ കണ്ടിട്ട് എന്താ സന്തോഷം എന്ന് അറിയില്ലേ, എന്താ ഇപ്പൊ അടുത്തത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായിട്ട് ഇതൊക്കെ കുറെ അങ്ങോട്ട് കൂടെ എടുത്ത് എറിയണോ വലിച്ചെറിയണോ. ഇപ്പോഴും അങ്ങനെയാണ്. കൃഷ്ണ ഈ ജന്മാഷ്ടമി വൃന്ദാവനത്തിൽ പോയിട്ട് കാണും. ഹോളിയും ജന്മാഷ്ടമി അത് വൃന്ദാവനത്തിൽ പോയിട്ട് വേണം കാണാൻ. ഒരു വല്ലാത്ത കാഴ്ചയത്. നമുക്കത് നമ്മളെ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയതുപോലെ നമുക്ക് തോന്നുന്നത്. ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലമായിട്ട് തോന്നില്ല. വലിയ ടാങ്കർ ലോറിയിലൊക്കെ പാല് കൊണ്ടുവന്നിട്ടേ ഈ ഉറിയടിയൊക്കെ നടന്നവര് നമ്മുടെ പോലെ ഇല്ല. ഈ ടി വിയിലും സിനിമയിലും ഒക്കെ കാണുമല്ലോ, ആൾക്കാർ ഇങ്ങനെ മുകളിൽ കയറി നിന്നിട്ട് അടിക്കും പൊട്ടിക്കും. അതില് ആളുകള് ഈ ടാങ്കർ ലോറിയിൽ പാല് കൊണ്ടുവന്നിട്ട് മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്യുക ആൾക്കാരുടെ മേത്തേക്ക്. ഇപ്പോ ഈ 2020-2025 അങ്ങനെയാണെങ്കിൽ അപ്പൊ കൃഷ്ണൻ പ്രത്യക്ഷമായിട്ട് അവതരിച്ചിരിക്കുന്ന സമയത്ത് അവരെങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവും, അവരുടെ ആനന്ദം എന്തായിരിക്കും അവിടെയുള്ള ആൾക്കാരുടെ. അപ്പൊ അങ്ങനെ അതിഗംഭീരമായിട്ട് അവരതൊക്കെ ആഘോഷിച്ചു. ഈ ആഘോഷ ഉത്സവമൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് നന്ദഗോപർക്ക് തോന്നിയത് ഈ ആഘോഷമൊക്കെ ഇല്ലാണ്ടാക്കാൻ ഇപ്പൊ ഒരാൾ വരാണ്ട്. ആരാണ്? കംസന്റെ ആൾക്കാർ വരും അധികം വൈകാണ്ടേ. കാരണം നികുതി കൊടുക്കേണ്ട സമയമാണ്. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഓൺലൈൻ പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ, വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതാത് സമയത്ത് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുരാജ്യങ്ങള് ഗ്രാമങ്ങള് ഒക്കെ രാജകൊട്ടാരത്തിലേക്ക് പോകണം. അവിടെ പോയിട്ട് ഇത് കൊടുത്ത് ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ രാജഭടന്മാർ ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ആഘോഷ സന്തോഷമൊക്കെ നഷ്ടമാകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്ദഗോപുര് ഈ ആഘോഷങ്ങളുടെ ഇടയിൽ കൂടി പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഈ അവിടുത്തെ ആഘോഷങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല എന്നാണ്. ദിവസങ്ങളായി എന്നിട്ടും ഭഗവാന്റെ ഈ അവതാര ഉത്സവം തീർന്നിട്ടില്ല. അപ്പൊ ഈ ഉത്സവത്തിന്റെ ഇടയിൽ കൂടിയാണ് നന്ദഗോപുര് മധുരയിലേക്ക് പോയത് കംസന് നികുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വാഹനങ്ങളിൽ കൊടുക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് മധുരയിലേക്ക് പോയി. പോകുമ്പോൾ ചില ഗോപന്മാരെയൊക്കെ ഈ ഗോകുലത്തിന്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു നോക്കണം. കാരണം ഇവര് കാടിനോട് ചേർന്നിട്ടാണ് താമസം. മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്, രാക്ഷസന്മാർ വരും. അപ്പൊ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ചില ആൾക്കാരെയൊക്കെ ചുമതലപ്പെടുത്തി നന്ദഗോപുര് പോയി. മധുരയിൽ ചെന്നു, നികുതിയൊക്കെ കൊടുത്തു. നന്ദഗോപരുടെ ഉറ്റ സുഹൃത്താണ് വസുദേവര്. അപ്പൊ വീണ്ടും നേരത്തെ മോചിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കംസൻ അവിടെ നിന്ന് മോചിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ നന്ദഗോപുര് വീണ്ടും പോയിട്ട് തടവറയിലാണ് കാണുന്നത്. നമ്മള് കൂട്ടി വായിച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? തൽക്കാലത്തേക്ക് വസുദേവരെ മോചിപ്പിച്ചെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? വീണ്ടും ജയിലിടുകയുണ്ടായത്. വസുദേവരെയും ദേവകിയും ഒക്കെ വീണ്ടും ജയിലിലാക്കി. ആ ജയിലിൽ പോയിട്ട് വസുദേവരെയും ദേവകിയും ഒക്കെ നന്ദഗോപുര് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വസുദേവര് പറഞ്ഞു, അധികം ഇവിടെ നിൽക്കണ്ട, ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാന്ന് അറിയില്ല, അങ്ങ് ഇവിടെ അധികം നിൽക്കണ്ട, വേഗം പോയിക്കോളൂ, കാര്യങ്ങൾ കഴിഞ്ഞാൽ വന്ന ഉദ്ദേശം കഴിഞ്ഞ ദിവസം വേഗം പോയിക്കോളൂ. വസുദേവര് സത്യവാക്കാണ്. വസുദേവർക്ക് ഒരു പേര് തന്നെ ഉണ്ട്, ആനകദുന്ദുഭി. അദ്ദേഹം ജനിക്കുമ്പോൾ ആകാശത്ത് പെരുമ്പറ അടിക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ മഹാത്മാവാണ് വസുദേവര്. അദ്ദേഹം പറഞ്ഞത് തെറ്റാൻ സാധ്യതയില്ല, അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് നന്ദഗോപുരം അവിടുന്ന് വേഗം തിരിച്ചു പോകും. തിരിച്ച് നന്ദഗോപുര് വൃന്ദാവനത്തിൽ എത്തുമ്പോഴേക്കും വസുദേവർ ഉദ്ദേശിച്ച പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിരിക്കണം. വസുദേവര് പറഞ്ഞത് അത് പറഞ്ഞ് പേടിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. വെച്ചാലും വസുദേവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ പൂതനയുടെ കാര്യമാണ്. പൂതന ബാലഘാതിനി, കുട്ടികളെ കൊല്ലുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് പൂതന. ഇന്നലെ നമ്മൾ പറഞ്ഞു ശിശുക്ഷേമ വകുപ്പ് അതാണ് കംസന്റെ മന്ത്രിസഭയിലെ പൂതനയുടെ പോർട്ട്ഫോളിയോ. ശിശുക്ഷേമം വെച്ചാൽ കുട്ടികൾ ജനിച്ച് വളർന്നു വരുമ്പോഴൊക്കെയാണല്ലോ അവർക്ക് പല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക. അവർ ജനിച്ച ഉടനെ കൊന്നു കളഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
അതാണ് പൂതനയുടെ ഏർപ്പാടുണ്ടായിരുന്നത്. ആ പൂതന ആദ്യം ഇറങ്ങിയ ആള് പൂതനയാണ്. ഈ കംസന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കൂട്ടത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ആള് പൂതനയാണ്. അങ്ങനെ പൂതന അന്വേഷിച്ചിട്ട് ഈ നന്ദഗോകുലത്തിലെത്തി. ഗോകുലത്തിലെത്തിയ സമയത്ത് ഈ പൂതനയ്ക്ക് എന്താ വെച്ചാൽ എല്ലാ വീട്ടിലും അവനെ കയറാൻ പറ്റില്ല, എല്ലാ വീട്ടിലും പറ്റില്ല. ഈ ചില വീട്ടിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും പൂതനയ്ക്ക് സ്വാഗതം, പൂതനയ്ക്ക് സ്വാഗതം. എന്താ അത് നമുക്ക് കാണാൻ പറ്റില്ല, പൂതനയ്ക്ക് മാത്രമേ അത് കാണാൻ പറ്റില്ല ബോർഡ്. എന്നാ എത്ര ശ്രവണാദീനി രക്ഷോഘാനി സ്വകർമ്മസു കുർവന്തു സാത്വതാം ഭർത്തുഹു യാതു ധാന്യസ്ഥ തത്ര ഹി, അവിടെ മാത്രം. എവിടെ മാത്രം? എന്നാ എത്ര ശ്രവണാദീനി, എവിടെയാണോ നാമജപങ്ങൾ 2 സന്ധ്യകൾക്കെങ്കിലും, പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലെങ്കിലും നാമജപങ്ങളുടെ ശബ്ദമില്ലാത്തത്, അത് ടി വിയിൽ വെച്ചിട്ട് കാര്യമില്ല, മൊബൈൽ വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ ജപിക്കണം. അല്ലാതെ അതിന്റെ ശബ്ദം കേട്ടാൽ മൊബൈൽ ജപിച്ചാൽ മൊബൈലിന് വല്ലതും കിട്ടുമായിരിക്കും, നമുക്ക് കിട്ടണം നമ്മൾ തന്നെ ജപിക്കണം, അല്ലാണ്ട് കാര്യം. അപ്പൊ അങ്ങനത്തെ നാമജപങ്ങളുടെ ഒന്നും ശബ്ദഘോഷങ്ങൾ ഇല്ലാത്തത് എവിടെയാണോ രക്ഷോജ്ഞാനി എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ, ഈ ഗൃഹരക്ഷാദി തുടങ്ങിയുള്ള എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ഉണ്ടാവില്ലേ, ആ സൽക്കർമ്മം വല്ല മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലെങ്കിലും വല്ല ഒരു ഗണപതി ഹോമമോ ഒരു ഭഗവതി സേവയോ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങള്, ഈശ്വര പൂജകള്, അനുഷ്ഠാനങ്ങള് വീട്ടിൽ നടക്കാത്തത്, അങ്ങനെയുള്ള വീടുകളിൽ. എന്ന് മാത്രമല്ല, ഏത് വീട്ടിലാണോ വല്ലപ്പോഴുമെങ്കിലും മഹാത്മാക്കളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവർക്ക് അവരുടെ പാദസ്പർശം കൊണ്ട് പവിത്രമാക്കാത്തത്, അങ്ങനെയുള്ള വീടുകളിൽ ഇതൊക്കെ നിർബന്ധമാണ്. മഹാത്മാക്കളെ എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കുമ്പോൾ, എപ്പോഴും വേണമെന്നാണ്, മഹാത്മാക്കൾ വന്നു കയറാത്ത വീട്, മഹാത്മാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാത്ത വീട് ഭേരുരാജ ഗൃഹോപമം, കുറുക്കന്റെ മട, വലിയ കുറുക്കന്റെ മടയാണത്. അതിന് വീട് എന്ന് പറയാൻ വയ്യാന്നൊക്കെയാണ് പറയാറ്, അല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോ അങ്ങനെ ആവരുത്. ഇങ്ങനത്തെ സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാത്തത് ഏത് ഗൃഹത്തിലാണോ തത്ര ഹി, അവിടെ മാത്രമാണ് പൂതനയ്ക്ക് കയറാൻ പറ്റുക. ഇങ്ങനത്തെ വീടുകളിൽ കയറിയിട്ടാണ് പൂതന വന്നിട്ട് എന്താ ചെയ്യുക? കുട്ടികളെ നിഗ്രഹിക്കണമെന്നാണ്. ചില വീടുകളുടെ അവസ്ഥയും ചില കുട്ടികളുടെ ജീവിതകഥകളും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കൊന്നുകളയായിരുന്നു ഭേദം ഈ പൂതന എന്ന് വിചാരിച്ചു പോകും. കുട്ടികളെ നേരത്തെ കൊന്നുകളയായിരുന്നു ഭേദം എന്ന് തോന്നിപ്പോകും. ആ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഓരോരുത്തർ മക്കള് ഈ വഴിതെറ്റിപ്പോയിട്ടേ ഈ കുട്ടികളെ കൊണ്ട് അച്ഛനമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒക്കെ ഓരോന്ന് കാണുമ്പോഴേ പൂതന ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ട് കൊല്ലാകൊല ചെയ്യുന്നതിനേക്കാൾ ഭേദം ആദ്യമേ കൊല്ലുമായിരുന്നു എന്ന് തോന്നും. പല സ്ഥലത്തും കൊല്ലാകൊല ചെയ്തപ്പെട്ട അവസ്ഥയിലാണ് ഓരോ വീടുകളുടെ അവസ്ഥ. ഇതൊന്നുമില്ല, ഈ സൽക്കർമ്മങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ട, ജീവിതത്തിൽ ഈ കുറച്ചൊക്കെ ഒരു ആസ്തിക്യ ബുദ്ധി ഉണരാൻ വേണ്ട യാതൊന്നും തന്നെ ഇല്ലാണ്ട് കുട്ടികളെ വളർത്തി വന്നിട്ട്, കാരണം അവർക്കൊന്നും നേരമില്ല. ട്യൂഷൻ വിടണം, പിന്നെ ആ ക്ലാസ് ഉണ്ട്, മ്യൂസിക് ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, ആ ട്യൂഷൻ ഉണ്ട്, ഈ ട്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ 18 മണിക്കൂറോ പണിയെടുത്താലും ആ കുട്ടിക്ക് തീരാനില്ല. ഒരു 24 മണിക്കൂറിൽ 18, 19 മണിക്കൂർ അധ്വാനിക്കാൻ മാത്രം ആ കുട്ടിക്കുണ്ട്. ഇതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒരു 10-15 വയസ്സാകുന്നവരെ അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ അനുവദിക്കാനുള്ള കുട്ടിയെ വളർത്തി കൊണ്ടുവന്നിട്ട് 10-15 വയസ്സാകുമ്പോഴേക്കാണ് കുട്ടി ശരിയല്ലാണ്ട് ആയി തുടങ്ങിയെന്ന് തോന്നുക. അപ്പം പോയിട്ട് ഇത് നേരേക്കാൻ കൊണ്ടുപോകും. കതിരില് വളം വെച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇതേപ്പോ വയ്ക്കണം. നമ്മൾ പ്രഹ്ലാദൻ നമുക്ക് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്, കൗമാര ആചരയിൽ പ്രജ്ഞാൻ. കൗമാരത്തിൽ തുടങ്ങണം. കൗമാരം 3 വയസ്സാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. 3 വയസ്സിൽ തുടങ്ങണം. ഇത് പഠിപ്പിക്കാനല്ല, ആചരിക്കാൻ. പഠിപ്പിക്കാൻ അതിൻ്റെ മുമ്പ് തുടങ്ങണം. 3 വയസ്സിന്റെ മുമ്പ്. എപ്പോൾ പഠിക്കൂ കുട്ടികൾ? അപ്പോഴേ പഠിക്കൂ. അപ്പം പഠിപ്പിച്ചതേ പഠിക്കുള്ളൂ. അതിനുശേഷം അതൊന്നും പഠിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. 3, 4, 5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ ഏറ്റവും ആഴത്തിൽ പഠിക്കാനുള്ള പാടൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള പഠിക്കൽ മാത്രമേ പിന്നെ ഉള്ളൂ. ഏതായാലും ഈ പൂതനയുടെ പ്രശ്നം എന്താ വെച്ചാൽ, പൂതനയ്ക്ക് പോകാൻ ഒരു ഇടമില്ല. ഈ നന്ദഗോകുലത്തിൽ ഇങ്ങനത്തെ ഒരു വീടുമില്ല. ഇത് എവിടുന്ന് തുടങ്ങണം തൻ്റെ പരിപാടിയുടെ ഉദ്ഘാടനം? കലാപരിപാടിയല്ല, കൊലാപരിപാടിയുടെ ഉദ്ഘാടനം എവിടെ നിന്ന് തുടങ്ങണം? അത് പൂതന അങ്ങനെ നോക്കാം. കയറാനൊരു സ്ഥലമില്ല. അപ്പൊ ഭഗവാൻ ഈ ഏട്ടനും അനിയനും അവിടെ ഉണ്ട്, ബലരാമനുണ്ട്, കൃഷ്ണനുണ്ട്. പേരിട്ടിട്ടില്ല, നാമകരണം ചെയ്യാൻ പോണേല്ലോ. അപ്പൊ അവര് 2 പേരും അവിടെ തൊട്ടിൽ കിടക്കുന്നുണ്ട്. ഈ തൊട്ടിൽ കിടക്കണ 2 ആൾക്കാരും കൂടി പറഞ്ഞു, പൂതനയോട് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് തുടങ്ങാം. ഏത് കൊലാപരിപാടിയുടെ ഉദ്ഘാടനം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വർത്തമാനം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി ചെറിയ ഡിസ്റ്റർബൻസ് ആവും. വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇറങ്ങി അപ്പുറത്തേക്കോ മാറി കാണിച്ചാൽ ഒരു സൗകര്യം ഉണ്ടാവും. ഒരു അഭ്യർത്ഥന ഉണ്ടായി.
നിങ്ങൾ മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് വർത്താനം പറയുമ്പോൾ അപ്പുറത്തിരുന്ന് പറയുമ്പോഴേ ഈ സ്പീക്കറിനേക്കാളും സൗണ്ടിൽ കയറില്ലേ, അപ്പൊ എല്ലാവരും അത് കേൾക്കണ്ട. നിങ്ങൾ സ്വകാര്യമാണ് പറഞ്ഞാലും എല്ലാവരും കേൾക്കണ്ട. അപ്പൊ പറഞ്ഞു വന്നത്, ഭഗവാൻ കൃഷ്ണൻ അതുപോലെ ബലരാമൻ രണ്ടുപേരും കൂടി പൂതനയെ അവിടുന്ന് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. കൊലാപരിപാടി ഇവിടുന്ന് ആവാം. പൂതന വിചാരിച്ചത് പൂതനയുടെ കൊലാപരിപാടി എന്നാണ്. അങ്ങനെയല്ല, കൃഷ്ണന്റെ പരിപാടി ഇവിടുന്ന് തുടങ്ങാം, കൊലാപരിപാടി തുടങ്ങാമെന്നാണ്. ഭഗവാന്റെ വിഷമം എന്താ വെച്ചാൽ, കഴിഞ്ഞ അവതാരത്തിലും ഇങ്ങനെ തന്നെ ഉണ്ടായത്. നിന്ദ്യമാണ് സ്ത്രീവധം എന്നൊക്കെ പറയും. ആ സ്ത്രീവധം കൊണ്ടാണ് രാമാവതാരത്തിൽ തുടങ്ങിയത്. താടക ഭയങ്കരി അവളെ വധിച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ ഇവിടെ അതെ, കൃഷ്ണാവതാരത്തിലും അതെ, അങ്ങനെ തന്നെ ഉണ്ടായത്. ഈ പൂതനയെ നിഗ്രഹിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ തീരുമാനിച്ചു, ഇവിടെ വരും തുടങ്ങാം എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഇവിടെ ക്ഷണിച്ചു. പൂതന അതുപോലെ അതിസുന്ദരിയായിട്ട് അവിടെ നിന്നിട്ട് വരികയും ചെയ്തു. അതിഗംഭീരമായിട്ട് ധാം കേശബന്ധ വ്യതിഷിക്ത മല്ലികം ബൃഹന്നതംബസ്തകൃച്ഛ മധ്യമം. നല്ല പാലാഴി മഥനത്തിലെ ലക്ഷ്മി ഭഗവതി വരുന്ന രംഗമുണ്ട്. ആ രംഗം വർണ്ണിച്ചതിനേക്കാൾ മനോഹരമായിട്ടാണ് പൂതനയുടെ വരവ് വർണ്ണിക്കുന്നത്. ലക്ഷ്മി ഭഗവതിയേക്കാൾ സൗന്ദര്യമുണ്ട് പൂതനയ്ക്ക്. അങ്ങനെ ഉണ്ടായിട്ടല്ല, അത് ഒറിജിനലാണ്, ഇത് വേഷം കെട്ടണം. അതാ വ്യത്യാസം. ഇന്നലെ നമ്മുടെ മേശാന്തി പറയുകയാണ്, പൂതന ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് സുന്ദരിയായിട്ട് വരികയാണ്. അതുപോലെ ഇത് വേഷം കെട്ടാണ്, പക്ഷെ അത് യഥാർത്ഥത്തിലുള്ളതാണ്. യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കാഴ്ചയ്ക്ക് ഒരു എടുപ്പ് വേഷം കെട്ടലുണ്ടാവുക. അതിലാണ് ആൾക്കാർ ഭ്രമിച്ചു പോവുക വേഷം കെട്ടല്. ഇത് വേഷം കെട്ടാണ്. അപ്പൊ ആ വരവ് കൂടി കണ്ടപ്പോഴേ എല്ലാവരും വിചാരിച്ചത് എന്താ വെച്ചാൽ, ഗോപികമാരൊക്കെ വിചാരിച്ചു ദ്രഷ്ടും ആഗതം പതിം, സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെ വരികയാണോ എന്ന് ഗോപികമാരൊക്കെ വിചാരിച്ചു. ആ പ്രൗഢിയും വരവും ഒക്കെ കണ്ടപ്പോൾ വേഗം വഴി ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് നേരെ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു വന്ന പൂതന നേരെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴേ ഭഗവാൻ കണ്ണനുണ്ട് ബലരാമനുണ്ട്, രണ്ടാളും തൊട്ടിലിൽ അപ്പുറം കിടക്കുക. ഈ തൊട്ടിൽ കിടക്കണ രണ്ടാൾക്കാരും പൂതന വരണ വരെ നോക്കിയിരുന്നു. വന്നില്ല, എങ്ങടനെയല്ലേ വരണ, വഴി തെറ്റിയോ, നമ്മളൊരാളെ വിളിച്ചുകൊണ്ടിരുമ്പോൾ അയാൾ കറക്റ്റായിട്ട് തന്നെയല്ലേ വരണമെന്നൊക്കെ പരിഭ്രമത്തോടു കൂടി ചിലപ്പോൾ ഉമ്മർത്തൊക്കെ പോയി ഇങ്ങനെ നോക്കില്ല, എന്താ വരാത്ത, കാണാനില്ലല്ലോ, കുറച്ചേരായല്ലോ, വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ഇവിടെ അകത്തേക്ക് കയറണത് കണ്ടപ്പോഴേ ചര അചര ആത്മാസ നിമീരക്ഷണ. അകത്തേക്ക് കയറിയപ്പോൾ അപ്പ കണ്ണാണ്. ഇത് ഭഗവാൻ അന്ന് തുടങ്ങിയിട്ടുണ്ട്, 6 മാസമായിട്ടില്ല, അന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതേപോലെയാണ് പിന്നെ അർജുനനും ദുര്യോധനനും വന്നു. അപ്പോൾ കള്ളവർക്കം നനച്ച് മൂടി പുതച്ച് കിടന്നു. ഇതൊക്കെ അത് അന്നേ പഠിപ്പിച്ചിട്ടുണ്ട്, അന്നേ അറിയാം ഈ വിദ്യകളൊക്കെ എന്നർത്ഥം. ഇതേ പരിപാടിയാണ്. ഈ പൂതനയുടെ വരണ വരെ നോക്കിയിരുന്നിട്ട് പൂതന അടുത്തെത്തിയ അപ്പം കിടന്നു. ഈ ഭക്തന്മാര് ഭഗവാൻ എന്ത് ചെയ്താലും അതെന്തിനാ അതെവിടെയാ, അതെന്തിനാ, എപ്പോഴാ, എന്തുകൊണ്ടാണെന്നൊക്കെ അന്വേഷിക്കല്ലോ. അങ്ങനെ അന്വേഷിക്കണ കൂട്ടത്തിലും ഭക്തന്മാരെ അന്വേഷിച്ചു. എന്തിനാ ഭഗവാൻ പൂതനയെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് അടുത്തെത്തി പോയി കണ്ണടയ്ക്കാൻ എന്താ കാരണം, കണ്ണടയ്ക്കണമെങ്കിൽ എന്താ ഒരു കാരണം എന്ന് അന്വേഷിച്ചു. ഒരാചാര്യൻ പറഞ്ഞത്, ഈ ഭഗവാൻ പൂതന വന്നപ്പോ കണ്ണടച്ച എന്തിനാ വെച്ചാല്, പൂതന വരുന്നത് രാക്ഷസിയാണ്, കുട്ടികളെ കൊല്ലണ അയാളാണ്. ഇങ്ങനത്തെ ക്രൂരയും ദുഷ്ടയായ ആൾക്കാരെ ഒന്നും ഞാൻ അങ്ങോട്ട് കാണുന്നില്ല. അപ്പൊ നമ്മള് ഗുരുവായൂരമ്പലത്തിലോ എവിടെയാണെങ്കിലും അത് തിരക്കുള്ള ദിവസമാണെങ്കിൽ ആൾക്കാർ വരിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടി കുറെ ആൾക്കാർ വരി തെറ്റിച്ചിട്ട് ഇടി കൂടിയിട്ട് അപ്പുറത്തേക്കും പോകും. ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ലേ, ഇടിയും കുത്തുമൊക്കെ ആയിട്ട് ആദ്യം പോയിട്ട് കാണണം. ഗുരുവായൂരൊക്കെ പോയാലാണ് വല്ലാണ്ട് സഹിച്ചിടാത്തത്. ക്യൂലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ആ നാലമ്പലത്തിന്റെ ഉള്ളിലേക്കായിട്ട് കയറാൻ ആ വാതിലായിട്ട് കിടക്കണതാണ് അതിലെ പ്രശ്നം. ഇട്ടിച്ചിട്ട് ചതച്ച് കളയുണ്ടല്ലേ. ഭഗവാൻ ഇപ്പൊ എങ്ങനെയെങ്കിലും ഓടിപ്പോണ്ടാവുക. അവർ ഒരു എത്ര സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടാവും അകത്തേക്ക് കിടക്കാൻ. നല്ല വീട്ടിലെ ആൾക്കാർക്ക് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ. എന്തിനാണെന്ന് അറിയില്ലേ, അങ്ങനെയെല്ലാം ഇടിച്ചിട്ടും കുത്തിയിട്ടും ഒക്കെ ആയിട്ടേ കയറാൻ പറ്റുള്ളൂ. ചെറിയ കുട്ടികളായിട്ടും കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ആയിട്ട് പോവാ പേടി തന്നെയാവും ചിലപ്പോൾ. അങ്ങനെ തിക്കി തിരക്കി നമ്മൾ വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി അങ്ങനെ ഇടിയൊക്കെ കൊടുത്തിട്ട് അടുത്തുള്ള ആളെ 2 കുത്തൊക്കെ കൊടുത്തിട്ടൊക്കെ പോയിട്ട് കാര്യമല്ലോ. ഭഗവാൻ ഇങ്ങോട്ട് കാണണ്ടേ, അത് വേണ്ടല്ലേ. ഭഗവാൻ ഈ ചില ആൾക്കാരുടെ വരവൊക്കെ കൂടി കണ്ട ഭഗവാൻ ഈ ഭൂതന വരുന്നപ്പോ ചെയ്തതുപോലെ കണ്ണടച്ച് പോട്ടെ പോയിട്ട് നോക്കാന്നൊക്കെ തിരിഞ്ഞാണ്ടിരുന്നു അല്ലേ. അങ്ങനത്തെ വരവ് കണ്ടാലേ പോട്ടെ പോയിട്ട് നോക്കാം എന്നുള്ളത്. ഇവിടെ ഒരു സംശയം, ഒരാചാര്യം പറഞ്ഞത് അങ്ങനെ, ഭഗവാൻ ഈ പൂതനയുടെ വരവ് കണ്ടപ്പോ എനിക്ക് കാണാമട്ട എന്നുള്ള ഭാഗത്തിൽ കണ്ണടച്ചതാണ്. ഇങ്ങനെ ഒരാളെ കാണുണ്ടാച്ചിട്ട് കണ്ണടച്ചതാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു അങ്ങനെ വഴിയില്ല, ഭഗവാൻ ആരെങ്കിലും ഒക്കെ ഒന്നോ അപേക്ഷണീയോ അനീയ പക്ഷ, ഭഗവാൻ ഉപേക്ഷിക്കാനോ സ്വീകരിക്കാനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളെ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല ഭഗവാൻ. പിന്നെ എന്തിനായിരിക്കും. ഇപ്പൊ വേറൊരാൾ പറഞ്ഞു അതിനല്ല, പൂതന കാളകൂടെ വിഷമായിട്ടാ വരവ്, സ്ഥലത്തിൽ വിഷം ചേർത്തിട്ടാണല്ലോ പൂതനയുടെ വരവ്. ഭഗവാൻ പാല് കുടിച്ചിട്ടൊക്കെ നല്ല പരിചയമില്ല, പാലാഴിയില്ല, കിടപ്പല്ല, ഇതൊക്കെ അറിയാം. വിഷം കഴിച്ച് പരിചയമില്ല. അത് പരിചയമുള്ള ആള് മഹാദേവനാണ്. അപ്പൊ നേരെ കൈലാസത്തിലേക്ക് പോയതാണ് കണ്ണടച്ചിട്ട്.
മഹാദേവനെ ധ്യാനിക്കുക. എന്തിനാ? ഈ കാളകൂട വിഷം എങ്ങനെയാ കുടിക്കുക എന്ന് പഠിപ്പിച്ചാണ്. വിഷം കുടിക്കണത് എങ്ങനെയാണെന്ന് ട്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ അടുത്തേക്ക് പോയതാണ്. എന്നിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു മഹാദേവൻ. ഇത് അകത്തേക്ക് ഇറക്കരുത്, അപ്പൊ അവനവന് ദോഷം. പുറത്തേക്ക് തുപ്പരുത്, നാട്ടുകാർക്ക് ദോഷം. രണ്ടും പാടില്ല. ഈ മനസ്സിന്റെ അകത്തെ കാളകൂട വിഷത്തിന്റെ കാര്യമാണ് പറയണത്. അത് സപ്രസ് ചെയ്യാനും പാടില്ല, എക്സ്പ്രസ് ചെയ്യാനും പാടില്ല. സപ്രസ് ചെയ്ത് അകത്തേക്ക് എടുത്ത് വെച്ചാൽ എന്താ പറ്റുക? അത് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുക, എക്സ്പ്ലോഡ് ചെയ്യും, അന്നൊക്കെ പൊട്ടിത്തെറിക്കുക. സപ്രസ് ചെയ്ത് വെച്ചാൽ, എക്സ്പ്രസ് ചെയ്താലോ അവര് നാട്ടുകാർക്ക് മുഴുവൻ അപകടം ചെയ്യും. രണ്ടും പാടില്ല. ഇതിലെ രണ്ടിനും നടുക്ക് കൊണ്ട് നിർത്താണ്ട്, തൊണ്ടയിൽ നിർത്താന്ന് വെച്ചാൽ അതാണ്. അത് നടുക്ക് വേണം നിർത്താൻ. അതിന്റെ വിദ്യ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പഠിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വേറൊരു ആചാര്യം പറഞ്ഞാൽ അത് മാത്രമല്ല, ആ വരണ വഴി കൂടി നേരെ വിശ്വാമിത്രനെയും കൂടി കണ്ടിട്ടാ വന്നത്. എന്തിനാ? കഴിഞ്ഞ അവതാരത്തിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ അവതാരത്തിൽ താടകയെ വധിച്ചുകൊണ്ട് സ്ത്രീവധം കൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്, ആയുധവിദ്യകളൊക്കെ പഠിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ വിശ്വാമിത്രന്റെ കൂടെ കാട്ടിൽ പോയ സമയത്താണ്. തരുണന്മാരാണ്, യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന പ്രായത്തിലാണ് അവര് കാട്ടിൽ പോണതൊക്കെ. അപ്പൊ ആ സമയത്ത് കാട്ടിൽ പോയിട്ടിപ്പോ താടക വന്നു, വിശ്വാമിത്രൻ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വാമിത്രൻ, വാൽമീകി രാമായണത്തിലാണെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി കൊല്ലില്ല കൊല്ലില്ല എന്ന് കുറെ പറയുന്നുണ്ട്, കുറെ തവണ പറയുന്നുണ്ട്, ഞാൻ താടകയെ വധിക്കില്ല, ഞാൻ കൊല്ലണില്ല. എൻ്റെ അവസാനം വിശ്വാമിത്രൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ പറയാം, ഞാൻ എൻ്റെ ഈ വില്ല് കൊലയ്ക്കും. എന്നിട്ട് ഈ മുറുക്കി കെട്ടിയ വില്ലിന്റെ ഞാണോലി കേട്ടിട്ട് ഈ താടക അഥവാ പേടിച്ചിട്ട് പോവാച്ചാൽ എന്നാ എനിക്ക് സ്ത്രീവധം വേണ്ടല്ലോ. അവിടെ ധർമ്മമൂർത്തിയാണ് രാമൻ. അപ്പൊ അതുകൊണ്ട് കുറേ ഒഴിവാക്കാൻ നോക്കി. അവസാനം വിശ്വാമിത്രൻ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്, വധിക്കൂ രാമ എന്ന് ആജ്ഞാപിച്ചപ്പോ പിന്നെ ഗുരുവിന്റെ ആജ്ഞ പാലിക്കണമല്ലോ, അതുകൊണ്ട് വധിച്ചതാണ്. അങ്ങനെയാണ് താടകാവധ അവിടെ ഉണ്ടായത്. ഇതിപ്പോ ഗുരു ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഈ ഒരു കോണ കൊടുത്ത് കിടക്കണ കുഞ്ഞു കുട്ടിയാണേ, ഇതിപ്പോ എന്ത് ചെയ്യും, എന്താ വഴി? അപ്പൊ വിശ്വാമിത്രനെ ചെന്ന് കണ്ടിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞത്, ഈ ജന്മത്തിലും ഈ അവതാരത്തിലും ഞാൻ കൊലപാതക തുടങ്ങുകയാണ്, കൊലാപരിപാടിയുടെ ഉദ്ഘാടനമാണ്, പതിവ് പോലെ സ്ത്രീവധം കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തരണേ എന്ന് വിശ്വാമിത്രനെയൊക്കെ കാണാൻ പോയതാണ്. ഇപ്പൊ വേറൊരാൾ പറഞ്ഞത് അത് മാത്രമല്ല, ഭഗവാന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണെന്ന് പറയാറുണ്ട്. ഭഗവാന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ്. ഈ ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ. മനുഷ്യന് മരിച്ചാൽ പോകാനുള്ള രണ്ട് വഴിയുള്ളത്. ഒന്ന് സൂര്യദ്വാരേണ തേ യന്തി, ദക്ഷിണായന കാലത്ത് മരിക്കുക, ഉത്തരായന കാലത്ത് മരിക്കുക, നിരവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ന പോലെയൊക്കെയുള്ള മരിച്ചുള്ള ആൾക്കാർക്ക് പോകാനുള്ള വഴിയാണ് ക്രമമുക്തിയുടെ മാർഗം. സൂര്യദ്വാരത്തിലൂടെ അവർ പോകും, മുക്തി ക്രമേണ കിട്ടും. പിന്നെ അങ്ങനെ അല്ലാത്ത മാർഗമുണ്ട്, ദാക്ഷിണായന കാലത്ത് മരിക്കുക, അതുപോലെ കുറച്ച് പുണ്യവും കുറെ പാപവും അങ്ങനെയൊക്കെ മിശ്രമായ കർമ്മങ്ങൾ ചെയ്തിട്ടിരിക്കുക. അങ്ങനെയൊക്കെ കൂടിയുള്ള ആളുകൾക്ക് മരിച്ചാൽ അവർക്ക് പോകാനുള്ള വഴിയാണ് ഗത്വ ചാന്ദ്രമാസം ലോകം, ചന്ദ്രമാർഗത്തിലൂടെ പോയിട്ട് പിതൃലോകത്ത് ചെല്ലുക, അവിടെ കുറെ കാലം കഴിയും, അത് കഴിഞ്ഞ് വീണ്ടും പുനരാവർത്തി ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വഴി അവർക്ക് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മാർഗങ്ങൾ നമ്മുടെ ആചാര്യന്മാർ മരിച്ചാൽ പോലുള്ള രണ്ട് മാർഗം പറഞ്ഞിട്ടുണ്ട്. ഈ പൂതനയ്ക്കുണ്ടല്ലോ ഈ രണ്ട് വഴിയില്ല, അതുകൊണ്ട് ഭഗവാൻ രണ്ട് വാതിലും അവിടെ അടച്ചിട്ടു. സൗരമാർഗവും വേണ്ട, ചാന്ദ്രമാസ മാർഗവും വേണ്ട, ഈ രണ്ട് വഴി കൂടി പൂതന പോണ്ട. എന്നിട്ടോ പിന്നെ പൂതനയ്ക്ക് എന്താ വഴി? അപ്പോ പൂതനയ്ക്ക് ബൈപ്പാസ്, സ്പെഷ്യൽ റോഡ്, സദ്യോമുക്തി, അതാ വഴി. ദർശനേ ദർശയൻ ഫലം, കണ്ടതിന്റെ ഫലം അപ്പ കൊടുക്കണം, തൊട്ടതിന്റെ ഫലം അപ്പ കൊടുക്കണം. അതുകൊണ്ട് പൂതനയ്ക്ക് സ്പെഷ്യൽ വഴിയാണ്, നേരെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ നേരെ ആണ് എല്ലാവരും ക്യൂ ഒക്കെ നിന്ന് വഴി വരിയൊക്കെ ആയിട്ട് പോകും. അത് നേരെ അങ്ങോട്ട് വരും, ഇവിടെ വരും. അതാണ് പൂതനയ്ക്ക് കൊടുത്തിട്ടുള്ള മാർഗം. അതുകൊണ്ട് ആ വാതിൽ രണ്ടും അടച്ചിട്ടതാണ്. വേറൊരാൾ പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് പറയാ, കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണ്. കാരുണ്യായത നേത്രമാദ്രാസിതോല്ലാസം അല്ലെ, സുനാസാപുടം അല്ലെ, കാരുണ്യായത നേത്രമാണ്. കാരുണ്യത്തിന്റെ ഇരിപ്പിടമായ കണ്ണുകളാണ് ഭഗവാന്റെ. ഈ പൂതനയുടെ കയ്യിൽ ആകപ്പാടുള്ളത് എന്താ? കുട്ടികളെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരതയാണ്. സാധാരണ ഒരാൾക്ക് എളുപ്പത്തിൽ പറഞ്ഞതൊന്നുമല്ലല്ലോ കുട്ടികളെ കൊല്ലാൻ. ഈ വാശിയും വിദ്വേഷവും ശത്രുതയും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെയൊക്കെ പുറത്ത് ആളുകളെ തമ്മിൽ കൊല്ലുന്നതൊക്കെ ഒരാവേശത്തിന് പുറത്ത് സംഭവിക്കണമെന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഒരു കുഞ്ഞ് കുട്ടിയെയൊക്കെ കൊല്ലണമെങ്കിൽ അത് ക്രൂരത അതിന്റെ പരമകോടിയിൽ എത്തണമെന്നല്ലേ വിചാരിക്കേണ്ടത്. അത്രയും ക്രൂരതയുള്ള ആ പൂതനയുടെ കയ്യിൽ ഈ ക്രൂരതയേ ഉള്ളൂ. അപ്പൊ ഭഗവാന് സമർപ്പിക്കാൻ പൂതനയുടെ കയ്യിലുള്ളത് എന്താ? ഈ വിഷമാണ്, ഈ ക്രൂരതയാണ്, അതേ ഉള്ളൂ. അപ്പോ സുധാമാവ് അവിൽക്കേടി സമർപ്പിച്ചതുപോലെ പൂതനയ്ക്ക് സമർപ്പിക്കാനുള്ളത് ഈ വിഷമാണ്. ഇവിടെ വന്നിട്ട് ഭഗവാൻ അതിന് വിഷമാണോ, അവിലാണോ, പൂവാണോ, വെള്ളമാണോ, പഴമാണോ എന്ന് നോക്കണില്ലല്ലോ. യോമാം ഭക്തിയാ പ്രയച്ഛതി,
ഭക്തിപൂർവ്വം എന്താണോ അവിടെ കൊടുത്തയക്കുന്നത് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ വ്രതം. അപ്പൊ അതുകൊണ്ട് പൂതന എന്തുകൊണ്ടെന്നാലും അത് സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറാണ്. അപ്പൊ പൂതനയുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഈ വിഷവുമാണ്. ഈ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഇരിപ്പിടമായ കണ്ണുകളിലേക്ക് അങ്ങനെ നോക്കിയിട്ട് പൂതനയ്ക്ക് കുറച്ച് കാരുണ്യം വന്നിട്ട് പൂതനയ്ക്ക് തോന്നുകയാണ്, അയ്യോ ഈ കുട്ടിയെ കൊല്ലണ്ട, വിഷം കൊടുക്കണ്ട എന്ന് തോന്നിയാൽ ഭഗവാൻ പൂതനയെ അനുഗ്രഹിക്കാൻ പിന്നെ ഒരു വഴിയില്ലാണ്ടാവും. ഒരു വഴിയില്ലാണ്ടാവും. പൂതനയുടെ കയ്യിൽ ഇതില്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു വഴിയില്ലാതെയാവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ കണ്ണുകൾ അടച്ചു വെച്ചു. അപ്പൊ ഭഗവാൻ ഒന്ന് കണ്ണടച്ചു. അതിനിപ്പോ എത്ര കാരണമായി? എത്ര ചരാചരാത്മാസ നിമീലി രക്ഷണ. ഭഗവാൻ കണ്ണടച്ചു എന്നുള്ളതിന് എത്ര കാരണം? ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിന്റെ ഉദ്ദേശം എന്താണ്? ദശമസ്കന്ധം നമുക്ക് പഠിപ്പിച്ചെന്നാൽ നമ്മളെ നയിക്കുന്ന മാർഗം എന്താ അറിയോ? ദശമസ്കന്ധത്തിന്റെ ലക്ഷണം, നമ്മൾ ഓരോ സ്കന്ധത്തിന്റെ ലക്ഷണം പറയണ്ടല്ലോ. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം നിരോധം എന്നാണ്. നിരോധം എന്ന് വെച്ചാൽ തടയുക എന്നാണ് അർത്ഥം. എന്തിനെയാ തടയുക? എന്തിനെയാ തടയുള്ളത്? ചിത്തവൃത്തി നിരോധമാണ് വിഷയം. ചിത്തവൃത്തി എന്ന് വെച്ചാൽ മനസ്സിലെ ചിന്തകൾ. അപ്പൊ മനസ്സിലെ ചിന്തകൾ ഇപ്പൊ എങ്ങനെയാണുള്ളത്? മനസ്സിലെ ചിന്തകളെ നദിയോടാണ് ഉപമിക്കാറുള്ളത്. ചിന്തകൾ ഇപ്പൊ എവിടുന്നാ തുടങ്ങിയത്? നമ്മളൊരു 3 മിനിറ്റ് മുമ്പേ കഥ കേട്ടുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് 2-3 മിനിറ്റ് മുമ്പേ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഇനിയിപ്പോൾ എന്താ ചിന്തിക്കുക? ഒരു നിയന്ത്രണം കിട്ടില്ല. നദി ഒഴുകി വരണമല്ലോ. ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങി എന്ന് വെച്ചാൽ ഉത്തരവില്ലാതെ, ഇത് എവിടേക്കാ പോണതെന്ന് വെച്ചാൽ ഉത്തരവില്ലാതെ, നദിയുടെ ഒരു വരുന്ന എവിടുന്നോ അങ്ങനെ ഒഴുകി വരണം, എവിടേക്കോ അതിങ്ങനെ പോകണം. ഇതുപോലെയാണ് ചിന്തകൾ അങ്ങനെ ഒഴുകി വരണം, അതങ്ങനെ നമ്മളെ കൊണ്ട് പോകണം. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ചിന്ത, അത് കഴിയുമ്പോൾ അടുത്ത ചിന്ത, അത് കഴിഞ്ഞ് അടുത്ത ചിന്ത. ഒരേ നദി ഒരിക്കലേ കാണുള്ളൂ എന്ന് പറയാറുണ്ട്. ഒരു നദി ഒരിക്കലേ കാണുള്ളൂ. രണ്ടാമത് ആ നദീ തീരത്ത് പോയാൽ അവിടെ ആ വെള്ളമൊക്കെ പോയി, അത് എവിടെയോ പോയി, ഇപ്പോൾ ഉള്ളത് പുതിയതാണ്. അതുപോലെ ഒരു ചിന്ത ഒരിക്കലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുതിയ ചിന്തയാണ്. അതേ വിഷയത്തിന്റെ തുടർച്ചയാണെങ്കിൽ പോലും ശരി, അത് തന്നെ പുതിയതാണ്. നദിയുടെ അങ്ങനെ അതും പുതിയതാണ്. ഇത് ചിന്തകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഈ വേനൽക്കാലത്ത് തോട്ടിൽ വെള്ളം ഒഴുകണ പോലെ തുള്ളി നല്ലല്ലോ ഒഴുകണം. ചിന്തകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. നമ്മളെ കൊണ്ട് കൂട്ടി അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഒരു നിയന്ത്രണമില്ലാതെ അതിശക്തമായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. നമ്മൾ പറയുക എൻ്റെ ചിന്തകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഞാനാണ് ഈ ചിന്തകളുടെ ഉടമസ്ഥൻ, എൻ്റെ ചിന്തയാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ അനുഭവത്തിൽ അത് തിരിച്ചാണ്. അനുഭവത്തിൽ ഈ ചിന്തകളാണ് നമ്മൾ ഓരോ വഴിക്ക് പിടിച്ചുകൊണ്ടായി ഓരോന്നിലായിട്ട് ചാടിക്കുന്നതും പെടുത്തുന്നതൊക്കെ. എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാലും ശരി, ഇപ്പൊ അനുഭവത്തിൽ ചിന്തകളുടെ ഞാനാണ്. അങ്ങനെയല്ല അനുഭവം. നമുക്ക് നിയന്ത്രണമൊന്നുമില്ല ചിന്തകളെ. ഈ ചിന്തകളുടെ പ്രവാഹം, ഇതിനെ ജയിക്കുക അഥവാ ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് വിഷയം. നമ്മൾ കാപിലം പറഞ്ഞപ്പോൾ ചുരുക്കി പറഞ്ഞത്, ഭഗവാൻ കപിലവാസുദേവൻ ഈ ചിന്തകളുടെ പ്രവാഹത്തെ, അതിന്റെ ഈ ഊഞ്ഞാലാട്ടം എന്നാണ് അവിടെ പറഞ്ഞത്. ഈ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നതിന്റെ പേരാണ് അധ്യാത്മയോഗം എന്ന് പറഞ്ഞത്. അതാണ് അധ്യാത്മയോഗം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവിടെ അനേക യോഗങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ധ്യാനയോഗം, കർമ്മയോഗം, ക്രിയായോഗം, ഭക്തിയോഗം, പല യോഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഉപയോഗിച്ച ഒരു സാധകൻ ഈ മാർഗങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഈ മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തി ഒഴുകി വരുന്ന ഈ ചിന്തകളെ പിടിച്ച് തടഞ്ഞ് അവിടെ നിർത്തി വെക്കുന്നതാണ് വഴി. അതിൻ്റെ പേരാണ് യോഗം എന്നൊക്കെ. പക്ഷെ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കർമ്മയോഗമോ ജ്ഞാനയോഗമോ ഭക്തിയോഗമോ ധ്യാനയോഗമോ അഷ്ടാംഗം എന്ത് യോഗം ആയാലും ശരി, ഈ യോഗമൊക്കെ അനുഷ്ഠിക്കേണ്ട ഒരാളുണ്ട്. അതാരാ? അത് ഞാൻ തന്നെ. ഈ യോഗമൊക്കെ അനുഷ്ഠിക്കുന്ന ഈ സാധകൻ ഉണ്ടല്ലോ, സാധകൻ ഈ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഈ സാധനകളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാ. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മനസ്സ് നമ്മളെ അസലായിട്ട് പറ്റിക്കും. നമ്മുടെ മനസ്സ് നമ്മളെ അസലായിട്ട് പറ്റിക്കും. നമുക്കറിയില്ല. അതാണ് പല രീതിയിൽ നമ്മളെ വഞ്ചിച്ച മനസ്സ് നമ്മളെ ട്രാപ്പിലാകും. പല വിഷമങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനാപാതയിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഏത് സാധനയാണെങ്കിലും അത് ക്ലിഷ്ടമാർഗങ്ങളാണ്. അങ്ങനെ ഇതൊന്നും എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടാവും. അത് എളുപ്പത്തിലുള്ള ഒരു ഉപായമാണ് ഇവിടെ ശ്രീ ശുബ്രഹ്മണ്യ നമുക്ക് കാണിച്ചു തരണം. ഈ ചിത്തവൃത്തി നിരോധനത്തിന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള എളുപ്പ വഴി കാണിച്ചു തരണം. എന്താ വഴി? ഒന്നാമത്തെ കാര്യം, ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ള വഴി എന്താ? ശാസ്ത്രീയമായിട്ട് ആചാര്യന്മാർ കണ്ടെത്തിയുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ അതിന്. ഒന്ന്, ക്വാളിറ്റി കൂട്ടുക, ചിന്തകളുടെ ഗുണം വർദ്ധിപ്പിക്കുക, ചിന്തകളുടെ ക്വാളിറ്റി കൂട്ടുക. ക്വാണ്ടിറ്റി കുറയ്ക്കുക, എണ്ണം കുറയ്ക്കുക, ഗുണം കൂട്ടുക. അങ്ങനെയാണ് ചിന്തകളുടെ പ്രവാഹത്തിനെ നിയന്ത്രിക്കുക എന്നാണ് പറയുന്നത്. ഇത് പറയാൻ എളുപ്പമാണ്. ഞാൻ ഗുണമുള്ള ചിന്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പിന്നെ അതിൻ്റെ മുകളിൽ കയറി പിടിച്ച് വേറെ എവിടേക്കെങ്കിലും പോകും. നമ്മുടെ കയ്യിലല്ല. നമ്മൾ പറയാ എൻ്റെ ചിന്തയാണെങ്കിലും ചിന്ത അതിൻ്റെ വഴിക്ക് പോവുകയാണ്. നമ്മൾ അതിൻ്റെ പുറകെ ഓടാൻ മാത്രമേ പറ്റൂ. നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട്
ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവത രൂപത്തിൽ നമുക്ക് കാണിച്ചത് ഒരു എളുപ്പമുള്ളൊരു സാധനം. ഈ കർമ്മയോഗം അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ അല്ലെങ്കിൽ ധ്യാനയോഗത്തിനോ പോലെ അഷ്ടാംഗ യോഗത്തിനോ പോലെ ഒന്നും ചെയ്യണ്ട. ഇത് വളരെ എളുപ്പമുള്ളൊരു വഴി. ഇതിനേക്കാൾ ലളിതമായിട്ട് ഇനി ഒരു സാധനം കാണിച്ചു തരാൻ പറ്റില്ല. അത്ര എളുപ്പമുള്ളൊരു സാധനമാണ്. ഇതെന്താ, നിങ്ങളിപ്പോ രാവിലെ എണീറ്റിട്ട് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും. പല്ല് തേക്കും, കുളിക്കും, ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിക്കണം, ജോലിക്കൊക്കെ പോകണം, തിരിച്ചു വരണം, ജോലി സ്ഥലത്ത് പല കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ രാവിലെ എണീറ്റ രാത്രി വരെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാണ്ടായാലും ബോധപൂർവ്വമുള്ളതാണെങ്കിലും അല്ലാണ്ടായാലും എന്തെങ്കിലും ചിന്തിക്കാണ്ടിരിക്കും ഇല്ല. ആ ഉറങ്ങി ഇങ്ങോട്ട് ഉണരുമ്പോൾ ഉള്ള ആ ഉണർന്നു എന്നുള്ള ആദ്യത്തെ ഒരു ബോധം ഉണ്ടല്ലോ, ആ ഒരു സെക്കൻഡ് തൊട്ടിട്ട് ഉറങ്ങി എന്നിട്ട് പോകുന്ന അവസാനത്തെ ഒരു സെക്കൻഡ് വരെയുള്ള സമയം ചിന്തകൾ ഓടിക്കൊണ്ടേയിരിക്കും. ഇല്ല, ചിന്തിക്കാത്ത ഒരു സമയം ഉണ്ടോ ഒരു മനുഷ്യന്? ഇല്ല, എന്തായാലും ചിന്തിക്കും നമ്മൾ. അതിപ്പോ വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും ചിന്ത വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എളുപ്പത്തിലൊരു കാര്യം പറയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബോധപൂർവം ചിന്തിക്കാൻ നോക്കാം. എന്നിട്ട് ചിന്തിക്കാനുള്ള ഒരു വഴി കാണിച്ചു തരാം. ഈ പൂതന വന്നപ്പോ കൃഷ്ണൻ എന്തിനായിരിക്കും കണ്ണടച്ചത്? രാവിലെ നിങ്ങൾ പാത്രം കഴുകുമ്പോഴും പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോഴും എപ്പോഴാണെങ്കിലും ആലോചിക്കാമല്ലോ. ഇത് ചിന്തിക്കണതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല സമയം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് പ്രത്യേക രൂപമൊക്കെ ധരിച്ചിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ചിന്തിച്ചോ. പൂതന വന്നപ്പോൾ ഭഗവാൻ എന്തിനായിരിക്കും കണ്ണടച്ചത്? മറ്റേ കാര്യമുള്ളത്, ഈ ചിന്തയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോടാണ് പറഞ്ഞത് ഇവർ ചിന്ത ഇയാൾ ഞാൻ നടക്കണത്, അവർക്കൊരു അപകടം തോന്നണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇത് എളുപ്പമുള്ളൊരു ധ്യാനമാണ്. തമാശ പറഞ്ഞാലും അതിലെ കാര്യം വിട്ടുപോകരുത്. നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു സാധനയാണ് ഈ പറഞ്ഞത്. വളരെ എളുപ്പത്തിലുള്ള ഒരു സാധനയാണ്. പ്രത്യേകിച്ച് യാതൊരു പരിശീലനവും വേണ്ടാതെ, പ്രത്യേകിച്ച് യാതൊരു മുന്നൊരുക്കങ്ങളും വേണ്ടാണ്ട്, പ്രത്യേകിച്ച് യാതൊരു അന്തരീക്ഷവും ചിട്ടപ്പെടുത്തണ്ട. വിളക്ക് വയ്ക്കും, പൂജാമുറിയും ചന്ദനത്തിരിയും യോഗ മാറ്റും ഒന്നും വേണ്ട. ഒരു സാധനം വേണ്ട, യാതൊന്നും വേണ്ട. എന്തിനായിരിക്കും പൂതനാണപ്പോൾ ഭഗവാൻ കണ്ണടച്ചത്? ഇപ്പോൾ 5-8 കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞില്ലേ. ഇതുപോലെ 40-ലധികം കാരണങ്ങൾ ആചാര്യന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. പൂതന വന്നപ്പോൾ ഭഗവാൻ ഒന്ന് കണ്ണടച്ചു. അതിന് 40-ലധികം കാരണങ്ങൾ ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി 41, 42 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഭാവനയ്ക്ക് പരിധിയില്ലല്ലോ. നമുക്ക് ഇരുന്ന് സങ്കല്പിക്കാം. എന്താ വിരോധം? ഇതിനേക്കാൾ എളുപ്പത്തിലൊരു ധ്യാനയോഗം എവിടെയാ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക? ഇത് ഒരു രംഗം മാത്രമല്ല, ഈ ദശമസ്കന്ധത്തില് ഇങ്ങനെ ഒരു 1000-കണക്കിന് ചിത്രങ്ങളുണ്ട്. 1000-കണക്കിന് ചിത്രങ്ങൾ ഭഗവാൻ ഒന്ന് നോക്കി, ഒന്ന് പറഞ്ഞു, ഒന്ന് കണ്ണടച്ചു, ഒന്ന് കണ്ണ് തുറന്നു, ഒന്ന് ചിരിച്ചു, ഒന്ന് മിണ്ടാണ്ടിരുന്നു, മിണ്ടി, ഒക്കെ ഇതുപോലെ ഓരോ ചിത്രങ്ങളാണ്. ഇങ്ങനെ 1000-കണക്കിന് ചിത്രങ്ങൾ അവിടെ എടുത്തു വെച്ചത്. ഈ ചിത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് എടുത്തു വെച്ചത്? ഇത് നമുക്ക് ഈ ചിന്തയ്ക്ക് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയുള്ള ചിന്തകളാണ്. ഇത് പാഠം നമുക്ക് ഭീഷ്മര് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പാഠം കുന്തിദേവി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഓരോ ചിത്രങ്ങൾ അവർ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കുന്തിദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ചിത്രം ഒരലിന്റെ മുകളിൽ കെട്ടിയിടുന്ന ചിത്രം. ആ ഒരു ചിത്രം അവിടെ എടുത്തു വെച്ചിരിക്കുക. എന്നിട്ട് കുന്തിദേവിക്ക് എപ്പോഴുള്ള ധ്യാനമാണത്. ആ ഒരലിന്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു രംഗാലോചന. കയറ് കൊണ്ടുവന്ന് തികയിടില്ല. എത്ര കയറ് കൊണ്ടുവന്നിട്ടും തികയിടില്ല. അവസാനം അമ്മയ്ക്ക് തന്നെ പരിഭ്രമമായിട്ട് ഇരിക്കണ അവസ്ഥ. ഈ ഒരലിന്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് ലോകത്തിന്റെ മുഴുവൻ ബന്ധനവും അഴിച്ചു വിടുന്ന ആളാണ്. എന്നിട്ട് അവനവന്റെ വയറ്റത്ത് കെട്ടിയ ഒരു കുഞ്ഞി കഷ്ണം കയറ് അഴിച്ചു വിടാൻ പറ്റാഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചിട്ട് ആ ഒരു ഭാവന, ആ ചിത്രം ഒന്ന് ആലോചിച്ച ഒരു ധ്യാനിക്കാനുള്ള വഴിയാണ്. ഈ ഭഗവാൻ എന്താ കെട്ടഴിക്കാണ്ടിരുന്നുണ്ടാവുക? അപ്പൊ കുന്തിദേവിയോട് അടുത്ത് എന്തായിരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക? കുന്തിദേവിയെ എങ്ങനെയായിരിക്കും, അല്ല യശോദയെ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക? ധ്യാനിക്കാനുള്ള ചിത്രമാണത്. ഇങ്ങനെ 100-കണക്കിന് 1000-കണക്കിന് ചിത്രങ്ങൾ 10ാമത്തെ സ്കന്ധത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എത്രയോ രംഗങ്ങളുണ്ട്. അത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ധ്യാനയോഗത്തിന് പ്രത്യേകിച്ച് വേറെ അധ്വാനം ഒന്നും വേണ്ട. എവിടെ നിന്ന് വേണമെങ്കിലും ധ്യാനിക്കാം. അടുക്കളയിൽ ഇരുന്നിട്ടും ധ്യാനിക്കാം, ബാത്റൂമിൽ ഇരുന്നിട്ടും ധ്യാനിക്കാം. നമ്മളിപ്പോ ആ സമയത്തൊക്കെ ഒരു ധ്യാനം എന്ന് വെച്ചാൽ ഒരു സങ്കല്പം നടന്നുകൊണ്ടേ ഇരിക്കണില്ലേ? എന്തൊക്കെയോ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കണില്ലേ? ഇതിങ്ങനെ കാട് കയറി നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത, നമ്മുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചിന്തകൾ ചിന്തിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും ഉത്തമമായത് എന്താ? ഈ ധ്യാനം. അതിനുള്ള ചിത്രങ്ങളാണ് നമുക്ക് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. പൂതന വന്നപ്പോൾ ഭഗവാൻ കണ്ണടച്ചു. ഇതൊക്കെ ധ്യാനത്തിനുള്ള വിഷയമാണ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പൂതന അത്രയ്ക്ക് വന്നു. അപ്പൊ ഈ കണ്ണടച്ച് കിടക്കണ 2 കുട്ടികളെ അപ്പുറത്ത് 2 തൊട്ടിൽ കണ്ടപ്പോൾ പൂതന നല്ലോണം നോക്കി. ഇത് ആരാ
അപ്പുറത്തുള്ള താരത്തിൽ അത് ആരെയാ അപ്പൊ ആദ്യം പിടിക്കേണ്ടത് നോട്ടം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോഴേ ഈ കിടക്കണ രണ്ട് കുട്ടികളും കണ്ണടച്ച് ഉറങ്ങണത് കണ്ടപ്പോ ദദർശ തൽപ്പേ അഗ്നിവിവാഹിതം ഭസി, ചാരം മൂടിയ കനൽക്കട്ട പോലെ രണ്ടാളും കിടക്കണമെന്ന് തോന്നുന്നു. ഈ അടുപ്പില് ഭസ്മം ചാരം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കാണുമ്പോഴേ അതിനകത്ത് തീയുണ്ടെന്ന് അറിയാണ്ട പോയിട്ട് അതിന്റെ അടിയിൽ പോയി കൈയിട്ടിട്ട് വാരി എടുത്താൽ കൈ കൊള്ളും, ചിലപ്പോൾ അപകടമായത് വരും. ഇപ്പൊ പൂതനയ്ക്ക് പറ്റിയ അബദ്ധത്തെ കാണിച്ചാല് ആ കണ്ണടച്ചിങ്ങനെ ഉറങ്ങണുണ്ട്, അയ്യോ എന്തൊരു നിഷ്കളങ്കരായ എന്ത് സുന്ദര കുട്ടികളുണ്ട് ആൾക്കാര് എന്ന് തോന്നിയിട്ട് പൂതന ഒരാളെ പിടിച്ച് മടിയിലേക്ക് എടുത്തു വെച്ചു. അപ്പ കെട്ടി അപകടം നടത്തും. അതാണ് വിഷയം. കണ്ട് സൂക്ഷിക്കണം. ഭഗവാന്റെ ഭാവം ആ കാണുന്ന ഭാവമൊന്നുമില്ല. ചിരിയും കളിയും പുഞ്ചിരിയും ഈ നിഷ്കളങ്കതയും കുസൃതിയും വികൃതിയും ഒക്കെ ഒരു ഭാഗത്ത് കാണിച്ചു തരും. അതിൻ്റെ അപ്പുറത്ത് വേറൊരാളുണ്ട്. പൂതനയുടെ വേഷത്തെയും കൂടി ഊറ്റി വലിച്ചെടുത്തിട്ട് നിഗ്രഹിക്കാൻ സാധിക്കുന്നയാള് അവിടെ ഉണ്ട്. നമ്മുടെ വേഷമൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ കാണാനും കണ്ടുപിടിക്കാനും അത് വലിച്ചൂറ്റി എടുക്കാനും കഴിയണ ആൾ തന്നെയാണ് ഭഗവാൻ എന്നുള്ളത് നമ്മൾ മറക്കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഏതായാലും അത് കണ്ട പൂതന ഈ കണ്ണനെ എടുത്ത് മടിയിലേക്ക് എടുത്തു വെച്ചു. പൂതന കണ്ണനെ മടിയിലേക്ക് എടുത്തു വെച്ചു എന്ന് പറയുമ്പോഴേ ശ്രീ സുബ്രഹ്മണ്യക്ക് പൂതനാമോക്ഷത്തിന്റെ കഥ വളരെ ഇഷ്ടമുള്ള കഥയാണ്. എന്നല്ല ഒരു അഭിപ്രായം ആചാര്യന്മാരുടെ ഇടയിലുള്ള ഒരു പക്ഷം എന്താ വെച്ചാൽ ശ്രീ സുബ്രഹ്മണ്യ സർവസംഘ പരിധിയൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയതാണ്. ജനിച്ചപ്പോഴേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ മായാബന്ധം ഉണ്ടാവരുതെന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് വ്യാസന്റെ അടുത്തുനിന്ന് വരം വാങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരാള് ഈ ഭാഗവതത്തിൽ അദ്ദേഹത്തിന് രസം വന്നത് ചിലരുടെ അഭിപ്രായത്തില് ഭഗവാന്റെ വേണുഗാനം ആ വർണ്ണിക്കുന്ന ശ്ലോകം കേട്ടിട്ടാ, ബിഭ്രദ് വേണം ജഠരപടെ ആ ശ്ലോകം കേട്ടിട്ടാണെന്നും ഒരു അഭിപ്രായമുണ്ട്. ബർഹാബേടം നടവര ബബു എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം അത് കേട്ടിട്ടാണെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായത്തിൽ അതല്ല, പൂതനാമോക്ഷത്തിന്റെ കഥ കേട്ടപ്പോഴാണ് ശ്രീ സുബ്രഹ്മണ്യ ഭാഗവതം കയ്യിലെടുത്തത് അങ്ങനെയൊരു അഭിപ്രായമുണ്ട്. ഏതായാലും ഈ പൂതനാമോക്ഷത്തിന്റെ കഥ ശ്രീ സുബ്രഹ്മണ്യ പ്രതി ശ്ലോകം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ. അപ്പൊ അടുത്ത ഭാഗം പൂതന കണ്ണനെ എടുത്ത് മടിയിലേക്ക് വെച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തത് ശ്രീ സുബ്രഹ്മണ്യ പറയാ എങ്ങനെയാണ് എടുത്തു വെച്ചത്. ഈ മടിയിൽ വെച്ചപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാം. യഥോരകം സ്വപ്നം അബുദ്ധി രജ്ജുധി. ഈ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ കണ്ടിട്ട് കയറാണ് എന്ന് വിചാരിച്ചിട്ട് എടുത്ത് മടിയിലേക്ക് വെച്ചതുപോലെ. ഈ വേദാന്തം പറയാൻ തുടങ്ങിയാല് വേദാന്തികളുടെ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്, ഇങ്ങനെ ആവർത്തിച്ച് തലമുറകളായിട്ട് കടന്നു പോയിട്ടുള്ള ഉദാഹരണത്തിൽ ഒന്നാണ് ഈ കയറിൽ പാമ്പിനെ കാണുന്നത്. വിവർത്തം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വിവർത്തമാണ്, പരിണാമമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാദം പറയാറുള്ളത്. പരിണാമം എന്ന് പറഞ്ഞാൽ പാല് തൈരാവണമെന്നാണ് പരിണാമം. അത് ഇനി തിരിച്ച് പാലാവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിവർത്തം എന്ന് പറഞ്ഞാലോ, വിവർത്തം എന്ന് പറഞ്ഞാൽ കയറ് പാമ്പായി കണ്ടതുപോലെ, അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന ഒരു കയറ് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചതുപോലെയാണ് പ്രപഞ്ചം എന്നൊക്കെയാണ് വാദം. അത് ഈ കയറ് പാമ്പ്, പിന്നെ അതുപോലെയാണ് ഈ ഘടം പട്ടം ചടം എന്നൊക്കെ മഠാകാശം ഘടാകാശം ഇതൊന്നും പറയണ്ട വേദാന്തി പറയാറില്ല. ഈ കൂട്ടത്തില് എപ്പോഴും ആവർത്തിക്കുന്ന ഉദാഹരണമാണ് ഈ കയറും പാമ്പും എന്നുള്ളത്. പക്ഷേ കയറിൽ പാമ്പിനെ കണ്ടതുപോലെയാണ് പ്രപഞ്ചം. കയറ് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ കയറ് കടിച്ചിട്ട് ആരും മരിക്കില്ല. തെറ്റിദ്ധരിച്ചാൽ കുറച്ച് പേടിക്കും, വിഷമുണ്ടാവും, സങ്കടം വന്നത് വരും, പേടിച്ച് ഓടിപ്പോയത് വരും, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നേരെ തിരിച്ചായി പോയാലോ, പാമ്പിനെ കണ്ടിട്ട് അത് കയറാന്ന് വിചാരിച്ചാൽ അതിൻ്റെ തലയും മാറി കുടിച്ച് വലിച്ചാല് ചിലപ്പോൾ കടി കിട്ടും, അബദ്ധം ഉണ്ടാവും. അപ്പൊ പൂതനയ്ക്ക് പറ്റിയ അപകടം അതാണ്. ഇത് പുറകെ കിടക്കുന്ന കണ്ണനെ കണ്ടിട്ട് അപ്പുറത്തുള്ള ആളെ ശരിക്കുള്ള പാമ്പ് തന്നെയാണ്. സംഘർഷണമൂർത്തി സാക്ഷാൽ ആനന്ദൻ അത് ഒരാളപ്പുറത്ത് ശരിക്കുള്ള പാമ്പ് തന്നെയാണ്. അത് ഒട്ടും മനസ്സിലായിട്ടില്ല. ഇപ്പുറത്തുള്ള ആളെ അത് ആണെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ആ മടിയിലേക്ക് അങ്ങനെ എടുത്തു വെച്ചപ്പോ പാല് കൊടുക്കാൻ ആരംഭിച്ചു. പാല് മാതൃത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നമ്മൾ പാല് കൊടുക്കാൻ പറ്റും. അപ്പൊ പാലൊന്നും വന്നില്ല, ആ വിഷമാണ് വന്നത്. ഭഗവാൻ ആദ്യം 2 പ്രാവശ്യം വലിച്ചപ്പോ ഈ വിഷം ഇട്ട് വന്നപ്പോഴേ ഭഗവാന് ദേഷ്യം ഇട്ട് വന്നു. ഗാഠം കരാധ്യാൻ ഭഗവാൻ പ്രപീഡ്യാണ് ഒരൊറ്റ ഇടിയും കൊടുത്തു. എന്നിട്ട് പ്രാണൈഹി സമം രോഷസമന്വിതോ അഭിപത്, ഇത്തിരി ദേഷ്യത്തോടുകൂടി പ്രാണനോടുകൂടി അതിൻ്റെ വലിച്ചെടുത്തു. അതോടുകൂടി പൂതനയ്ക്ക് വയ്യാതായി. അപ്പൊ ആ വന്ന വേഷമൊക്കെ മാറി, വന്ന വേഷങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ പ്രാണനോട് പോണ ആ സമയത്ത് തന്റെ ശരിക്കുള്ള രൂപത്തിൽ, അതിഭീകരമായ രൂപത്തിൽ അവിടെ കിടന്ന് അങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. വിടു വിടു, മുഞ്ച മുഞ്ച, അലം അലം ഇതി ഭാഷണീയം, വിടു വിടു, മതിയായി മതിയായി എന്നൊക്കെ കുറെ ഉറക്കെ കരഞ്ഞു. അത്രേ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ വിചാരിക്കുക കൃഷ്ണനോട് വിടു വിടുവെന്നും ഇങ്ങനെ കടിച്ചു പിടിക്കരുത്, മതിയായി എനിക്ക് പോണം എന്നൊക്കെ പറയുകയാണെന്നാണ് ധരിക്കുക. അല്ല, ഭഗവാന്റെ സ്പർശം ഉണ്ടായിട്ട്, ഭഗവാന്റെ ദർശനം ഉണ്ടായിട്ട് പിന്നെ ഒരാൾക്ക് പിന്നെ
അങ്ങനെ തോന്നും, ഭഗവാൻ വിട്ടുപോകണമെന്ന് തോന്നും. അതൊന്നുമില്ല. അതല്ല, പൂതന പറയണത് മതിയായി, ഈ കംസന്റെ ഒക്കെ കൂടെ നടന്നിട്ടേ ഈ ജീവിച്ചിട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അല്ലേ, എനിക്കിത് മതിയായി, അല്ല മുഞ്ച, എന്നെ ഇവിടുന്ന് മോചിപ്പിക്കണേ മോചിപ്പിക്കണേ എന്ന് പൂതനയെ ഉറക്ക കരഞ്ഞു. ഏതായാലും ആ പൂതനയുടെ പ്രാണനോട് കൂടി ഭഗവാൻ പൂതനയെ അവിടെ തന്നിലേക്ക് അവിടെ ചേർത്ത് വെച്ചു. പൂതന ആ ജീവനോട് പോയതോട് കൂടിയിട്ട് പൂതന തന്റെ ശരിക്കുള്ള രൂപത്തിൽ അതിഭയാനകമായ രൂപത്തില് ത്രിഗവ്യ അത്യന്തരോദരം ഒക്കെയാണ്. അനേകം കെട്ടിടങ്ങൾ, നൂറുകണക്കിന് കെട്ടിടങ്ങളും മരങ്ങളും ഒക്കെ ഈ പൂതനയുടെ ശരീരങ്ങൾ വന്ന് വീണപ്പോ അതിന്റെ കൂടെ ചതഞ്ഞറിഞ്ഞു പോയി. വലിയ ബഹളമായി. അവിടെ ആളുകളൊക്കെ പേടിച്ചു. ഈ യശോദയും രോഹിണിയും ഒക്കെ ഈ കണ്ണനെ കാണാനിട്ട് അവരും പേടിച്ച് ബോധം കെട്ട് വീണു. എല്ലാവരും ബോധം കെട്ട് വീണു. അതിൻ്റെ ഇടയ്ക്ക് ചില ഗോപികമാർ ഉണർന്ന് എണീറ്റവരൊക്കെ വേഗം യശോദയൊക്കെ എല്ലാവരും എവിടെയെന്ന് അന്വേഷിച്ചു. യശോദ ബോധം കെട്ട് കിടക്കണുണ്ടപ്പോൾ വേഗം ഉള്ളത് തെളിച്ച് എണീപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ണനെ തെരഞ്ഞു നോക്കി, കാണാനില്ല. നോക്കിയിട്ടൊന്നും കാണാനില്ല. അപ്പൊ എല്ലാവരും തെരഞ്ഞു നോക്കുമ്പോൾ ഈ പൂതനയുടെ ശരീരത്തിന്റെ മുകളിലേക്ക് വലിയ ഏണിയൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ കയറിയിട്ടൊക്കെ നോക്കുമ്പോൾ ഈ വലിയൊരു കരിങ്കൽ പാറയുടെ മുകളില് ഒരു ഇന്ദ്രനീലക്കല്ല് കൊണ്ടു വെച്ചതുപോലെ പൂതനയുടെ മാറത്ത് കണ്ണൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ വേഗം അവിടുന്ന് അവരെടുത്ത് താഴേക്ക് ഇറക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഈ യശോദയ്ക്കാണെങ്കിൽ അവർക്ക് കരയുമ്പോൾ ആകെ പരിഭ്രമം. യശോദയോട് പറഞ്ഞ കരച്ചിലും പരിഭ്രമം ഒക്കെ പിന്നെയാവാം. ആദ്യം പാല് കൊടുക്കും. അങ്ങനെ പറയാറുണ്ടല്ലോ, കുട്ടിക്ക് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പം പറ്റിയ കുട്ടികൾ പാല് കുടിക്കില്ല എന്നൊക്കെ പറയല്ലേ. പാല് കൊടുക്കും വേഗം. കണ്ണനാണെങ്കിൽ ഈ വിഷം പിടിച്ചിട്ട് കയപ്പൊക്കെ വന്നിട്ട് ഇരിക്കുക. അപ്പോൾ ഈ വായൊക്കെ കഴിച്ച് നാശമായിട്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ പാല് കിട്ടുന്നത്. അമ്മഞ്ഞ പാല് കിട്ടിയപ്പോൾ വേഗം നല്ലോണം അങ്ങോട്ട് കുടിച്ചു. പാലൊക്കെ കുടിച്ചിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയേക്കാം. കുറച്ച് അധ്വാനമായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ലേശം ഉറങ്ങാം എന്ന് വിചാരിച്ച കണ്ണടച്ച് ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് യശോദ കണ്ണനെ നിലത്ത് അവിടെ കിടത്തി ഉറങ്ങിയേക്കാന്ന് കണ്ണൻ വിചാരിക്കുമ്പോഴേക്കുമാണ് ഈ ഗോപികമാരുടെ വരവ്. വലിയ കുടത്തിലൊക്കെ ഗോമൂത്രമൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഗോമൂത്രേണ സ്നാപയത്വ പുനർഗോരജസാർഭകം, ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു തന്നെ. പാലുകൊണ്ടൊക്കെ കുളിപ്പിക്കുക വെച്ചാൽ വേണ്ടില്ല. ഇത് ഒട്ടും ഇഷ്ടമായില്ല. ഒന്നാമതേ ഉറക്കം പിടിച്ചിരിക്കുക. ആ സമയത്ത് പാല് കൊണ്ട് കുളിപ്പിക്കുക വെച്ചാൽ കുറച്ച് തൊട്ടി നമുക്ക് കുടിക്കുകയും ചെയ്യാം. ഇത് ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇങ്ങനെ ഒരു ദുർഗന്ധമൊക്കെ വന്നിട്ട് തലയിൽ കൂടി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തീർന്നു എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അപ്പോഴും തീർന്നില്ല. പുനർഗോ രജസാണ്. കാളയുടെ കുളമ്പടിയിലെ മണ്ണ്, പശു കുത്തിയ മണ്ണ്, ഇതൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ട് ചാണകം കൂട്ടിയിട്ട് അത് കുഴയ്ക്കും. എന്നിട്ട് ആ കുഴച്ച ആ മണ്ണ് ദ്വാദശാംഗേഷു നാമഭി ഗോവിന്ദായ നമ, ദഹമുദരായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ അംഗങ്ങളിൽ ഈ മണ്ണാണ് കുറിയിടിക്കുക. പാലഭിഷേകവും എണ്ണ ചേർത്തും ഒക്കെ ആണെങ്കിൽ അത്ര രസമുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് ഭഗവാൻ നല്ലോണം ചുണ്ടി വന്നു. ഇനി മേലെ ഈ ഗോപികമാരുടെ ഇടയിൽ വെച്ചിട്ട് ഒരു വധവും വേണ്ട, അവിടുന്ന് തീരുമാനാക്കി ഭഗവാൻ. പിന്നീട് ഭാഗവതത്തിലെ ഗോപികമാർക്ക് അനേക അവതാരങ്ങൾ, അനേകം ദിവ്യലീലകൾ അവർ കണ്ടിട്ടുണ്ട്, അനേകം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൃഷ്ണാവതാരത്തിലെ ഒരു വധവും അവരുടെ മുമ്പിൽ വെച്ചിട്ടില്ല. ഇതുകൊണ്ടെന്ന് തലപ്പൊടി ഒഴിച്ചാലോ ഗോമൂത്രം, അവരവരുടെ പേടികൊണ്ടാണ്. അവരവരുടെ പേടികൊണ്ടാണ്. നമ്മുടെ ഈ ആനവാല് കിട്ടിക്ക് അങ്ങനെ പതിവില്ലേ, കുട്ടികൾക്ക് പേടി മാറാൻ വേണ്ടി ആനയുടെ നടക്കിലൂടെ കടത്തുക, അങ്ങനെയൊക്കെ പതിവുണ്ട്. അവര് പശുക്കളാണ് അവർക്ക് മുഖ്യം. അപ്പൊ അവർ ആ രീതിയിലുണ്ടായത്. ഈ ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കലും അത് കഴിഞ്ഞ് ഈ മണ്ണ് കുറിയിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പശുവിന്റെ അകിട്ടിലൂടെ ഇങ്ങനെ കുട്ടിയെ കടത്തി കൊണ്ടുവരിക, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കിടത്തി. കണ്ണനാണെങ്കിൽ ദുർഗന്ധ സഹിക്കാനും വയ്യ, അവിടെ കൊണ്ട് കിടത്തി. എന്നിട്ട് ആ കുട്ടിയെ തൊട്ടായിട്ട് ജപിക്കുകയാണ്. അവ്യാതജോങ്കമണിമൻ തവ ജാന്യധോരു യജ്ഞോച്യുതം കടിതടം ജഠരം ഹയാസ്യം. ഭഗവാന്റെ ഓരോരോ ദിവ്യനാമങ്ങളെ കൊണ്ട് ആ ഭഗവാന് തന്നെ അവരെ രക്ഷ ചെയ്തു. ഭഗവാൻ അപകടമൊന്നും വരാതിരിക്കാൻ, ആ കുട്ടിക്ക് കുഴപ്പമൊന്നും വരാണ്ടിരിക്കാൻ, ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് അവർക്കറിയില്ലല്ലോ അത് ഭഗവാൻ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഓരോരോ മന്ത്രങ്ങളെ കൊണ്ട്, ശരിക്കും ഭാഗവതത്തിലെ ഒരു ദിവ്യ മന്ത്രമാണത്. 3-4 ശ്ലോകങ്ങൾ മാത്രമുള്ള ചെറിയൊരു മന്ത്രമാണത്. ബാലരക്ഷാ മന്ത്രം. കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ രക്ഷിക്കാൻ, കുട്ടികൾക്കുള്ള രോഗബാധ അല്ലെങ്കിൽ ചെറിയ ഈ പേടിച്ച് കരയും, ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള വിഷയങ്ങളൊക്കെ ദിവ്യമായിട്ടുള്ള ഒരു മന്ത്രമാണത്, ബാലരക്ഷാ മന്ത്രം. അപ്പൊ അത് ദശമസ്കന്ധത്തില് 6ാമത്തെ അധ്യായം. ഈ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ പഠിക്കേണ്ടതാണ്. നല്ല മന്ത്രമാണ്, കുട്ടികൾക്ക് വിശേഷപ്പെട്ട മന്ത്രം. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും വേണ്ടല്ലേ, രാവിലെയും വൈകുന്നേരമൊക്കെ കുട്ടികളെ കുടിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കുകയൊക്കെ കഴിഞ്ഞാലേ കുട്ടികളെ മടിയിലെടുത്തിട്ട് ഈ മന്ത്രം ജപിക്കുന്നത് കുട്ടികൾക്ക് വിശേഷമാണ്, ദിവ്യമായിട്ടുള്ള മന്ത്രമാണത് എന്നർത്ഥം. അപ്പൊ ഏതായാലും ഈ പൂതനാ മോക്ഷം, പൂതനയെ ഭഗവാൻ തന്നിലേക്ക് ചേർത്തു. പക്ഷെ പൂതനയ്ക്ക് മോക്ഷമാണെന്നുള്ളത് അവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവര് വിചാരിച്ചത്
ഈ ഇത്ര വലിയൊരു രാക്ഷസി 5-6 അടി നീളമുള്ള ഒരു മനുഷ്യനെ കത്തിക്കുമ്പോൾ എന്തെല്ലാം ദുർഗന്ധം വരും. ഇവർക്ക് ആകെ പേടിയായി. ഈ ജീവി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് പരശുഭി ചെത്തുവാണ് വലിയ കോടാലി ഇതകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് മുറിച്ച് കഷ്ണമാക്കി പൂതനയുടെ ശരീരം എന്നിട്ട് കുറെ ദൂരെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു. കത്തിക്കുമ്പോഴാണ് അവർക്ക് തന്നെ അത്ഭുതമായത്. ഈ അകിലും ചന്ദനവും ഒക്കെ കത്തുന്ന സുഗന്ധം അതാണ് അതിന്ന് ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് അവർക്കൊക്കെ അത്ഭുതമായത്. അത് ശ്രീ ശിവബ്രഹ്മർഷി കഥ ഉപസംഹരിച്ചിട്ട് പറയുകയാണ്, പൂതന ബാലഘാതിനി. പൂതന കുട്ടികളെ കൊല്ലാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളാണ്, അതിനുവേണ്ടി മാത്രം വരണ ആളാണ്. അത് മാത്രം പോരാ, കണ്ണന്റെ അടുത്തേക്ക് വന്നതോ ജിഘാംസയാ അഭി, കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി കൃഷ്ണന് പാല് കൊടുത്തിട്ടുള്ളയാളാണ്. എന്നിട്ട് ആ പൂതനയ്ക്ക് ഭഗവാൻ ധാത്രുചിതാം ഗതിം, അമ്മമാർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തത്. എന്ന് വെച്ചാലോ, ഈ ഭഗവാന്റെ അമ്മമാരുടെ ലിസ്റ്റില്ലേ, അതിഥി, അതുപോലെ കൗസല്യ, രോഹിണി, യശോദ, ദേവകി, ഇവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് ആ പേരിന്റെ അടിയിൽ പൂതന അതേ കള്ളിയിൽ എഴുതി വെച്ചാൽ അതെങ്ങനെ ഇരിക്കും? നമുക്ക് സഹിക്കില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയാണ് ആക്കിയതെന്ന്. അമ്മമാർക്ക് കൊടുക്കുന്ന വഴിയാണ്, ആ മുക്തിയാണ് പൂതനയ്ക്കും കൂടി ഭഗവാൻ കൊടുത്തത്. എന്നിട്ട് ശ്രീ ശിവബ്രഹ്മർഷി നമ്മളോട് ചോദിക്കുന്നുണ്ട്, കംവാ ദയാലു ശരണം തതോന്യ, ഇതിനേക്കാൾ ദയാലുവായിട്ട് ഒരു ഈശ്വരനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കൊല്ലാൻ വേണ്ടി വന്ന ആൾക്ക് പോലും ഇങ്ങനെ ഒരു മുക്തി കൊടുക്കണത് നമുക്ക് സഹിക്കില്ല ഈ പൂതനയ്ക്ക്. എന്നിട്ട് ഈ പൂതനയ്ക്ക് അമ്മമാരുടെ കൂട്ടത്തിൽ പരിഗണിച്ചു ഈ പൂതനയെയും കൂടി എന്ന് പറഞ്ഞാൽ നമ്മള് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ഭഗവാൻ അനുഗ്രഹിക്കാൻ ഒരു കാരണം തെരഞ്ഞെടുക്കുക, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ അനുഗ്രഹിക്കാൻ. അങ്ങനെ അനുഗ്രഹിക്കാൻ കാരണം തെരഞ്ഞെടുന്നപ്പോൾ അമ്മമാരെടുത്ത പോലെ എന്നെ മടിയിൽ എടുത്തു വെച്ചില്ലേ നമ്മയ്ക്കുള്ള. ഇങ്ങനെ കാരണം കണ്ടുപിടിച്ച് അനുഗ്രഹിക്കാൻ നടക്കുന്ന ഒരു ഈശ്വരൻ, ഇതിനേക്കാൾ കാരുണ്യമൂർത്തിയായിട്ട് ഒരു ഈശ്വരനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, നമുക്ക് എവിടെയെങ്കിലും കേൾക്കാൻ പറ്റും. വേറൊരു ഈശ്വരനുണ്ടോ? ആ ഈശ്വരനെ ആശ്രയിക്കാൻ നമുക്കൊക്കെ എന്താ മടി തരണമെന്ന് അടുത്ത ചോദ്യം. എന്താ നമുക്ക് ഇത്ര കരുണാമൂർത്തിയായിട്ട് ഒരു ഈശ്വരൻ ഇരുന്നിട്ട് ആ ഈശ്വരനെ വിട്ടിട്ട് നമ്മൾ ഈ നിസ്സാരമുള്ള ഓരോന്നിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊരു വിഡ്ഢികളാണ്, എങ്ങനെയാ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണതെന്നാണ് ചോദ്യം. അങ്ങനെ നമുക്ക് തോന്നരുതേ. ഭഗവാനെ ആശ്രയിക്കണേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് തരാണ് കഥ, പൂതനാമോക്ഷത്തിന്റെ കഥ. അത് കഴിഞ്ഞിട്ടാണ് തൃണാവർത്തൻ എന്ന അസുരനെ ചാടായി വന്നു ശകടാസുരൻ താൻ ചാടാനൊരും പെട്ട് മുകുന്ദ ഗാത്രേ വാടാതെ പാതേന ഹനിച്ചു ബാലൻ ചാടായിരം ഖണ്ഡമതായി വീണു. ശകടാസുരന് മുക്തി കൊടുത്തു. അത് കഴിഞ്ഞ് തൃണാവർത്തന് മുക്തി കൊടുത്തു. അങ്ങനെയുള്ള ആളുകളുടെ മുക്തിയുടെ കഥ. അത് കഴിഞ്ഞിട്ട് ഗർഗമ പുരോഹിതൻ വന്നിട്ട് ഭഗവാന് നാമകരണം ചെയ്യുന്ന രംഗം നമുക്കിനി സമയം പോലെ അനുസ്മരിക്കാം. അപ്പോൾ 1-2 അധ്യായങ്ങൾ വായിച്ച ശേഷം